സ്വർഗം വെളിപ്പെടുത്തിയിട്ടുള്ള ശുശ്രൂഷയാണ് പ്രിയപ്പെട്ടവരെ ഈ നിത്യജീവന്റെ സുവിശേഷം. ദൈവമക്കൾ ചെയ്യേണ്ട കാര്യം തിരിച്ചറിയണം. എന്താണ് നിത്യത, എന്താണ് മരണം, എന്താണ് തനത് വിധി, എന്താണ് അന്ത്യവിധി, എന്താണ് സ്വർഗം, എന്താണ് നരകം, എന്താണ് ശരീരത്തിന്റെ ഉയർപ്പ്, എങ്ങനെയാണ് രണ്ടാം വരവിന് വേണ്ടി ഒരുങ്ങേണ്ടത്. മക്കളെ, ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ബോധ്യം ജനത്തിന് കിട്ടുകയും ജനം ഇത് സ്വീകരിക്കുകയും അതനുസരിച്ച് ജീവിക്കാൻ ആരൊക്കെ പരിശ്രമിക്കുകയും ചെയ്തോ ആ ആത്മാവ് എത്തിച്ചേരുന്ന സ്ഥലമാണ് സ്വർഗം. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയാ. സത്യത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ഈ നിമിഷം നമ്മൾ പ്രാർത്ഥിക്കാൻ പോകും. ദൈവമേ, ഞങ്ങൾക്ക് ഇപ്രകാരമുള്ള ബോധ്യങ്ങൾ നൽകണമേ. സ്വർഗത്തിന്റെ വെളിപ്പെടുത്തലുകൾ ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധി അമ്മയിൽ നിറച്ചിട്ടുള്ള ദൈവിക വെളിപ്പെടുത്തലുകൾ ഞങ്ങൾക്ക് പകർന്നു നൽകണമേ എന്നുള്ള ആഗ്രഹത്തോടെ രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാ മക്കളും ആത്മാവിന്റെ നിറവിനായിട്ട്, പാപബോധം കിട്ടാനായിട്ട്, പശ്ചാത്താപം കിട്ടാനായിട്ട്, ഒരു പുതിയ വ്യക്തിയായിട്ട് തീരുവാനുള്ള കൃപ ലഭിക്കാനായിട്ട് സകല മക്കളും സ്വരമുയർത്തി ആത്മാർത്ഥമായി സ്തുതിക്കാമോ? ഹല്ലേലൂയ. സ്തുതിക്കട്ടെ, സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. പ്രാർത്ഥിക്കട്ടെ, പ്രാർത്ഥിക്കട്ടെ, പ്രാർത്ഥിക്കട്ടെ മക്കളെ. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് സന്തോഷത്തോടെ പ്രാർത്ഥിച്ച് പാപബോധത്തിന്റെ കൃപ ഇറങ്ങട്ടെ, നീതിബോധത്തിന്റെ കൃപ ഇറങ്ങട്ടെ, പശ്ചാത്താപത്തിന്റെ കൃപ ഇറങ്ങട്ടെ, വലിയ അഭിഷേക ചൈതന്യം നിറയട്ടെ. കരമടിച്ച് പാടി പ്രാർത്ഥിച്ചേ. ശക്തി വ്യാപരിക്കട്ടെ. ഉയരത്തിലെ കാറ്റിവിടെ അടിച്ചിടട്ടെ, സ്വർഗത്തിലെ തീ ഇവിടെ കത്തിയിടട്ടെ. ഉയരത്തിലെ കാറ്റിവിടെ അടിച്ചിടട്ടെ, സ്വർഗത്തിലെ തീ ഇവിടെ കത്തിയിടട്ടെ. ഉയരത്തിലെ കാറ്റിവിടെ അടിച്ചിടട്ടെ, സ്വർഗത്തിലെ തീ ഇവിടെ കത്തിയിടട്ടെ. അന്യഭാഷ എല്ലാരും ചൊല്ലിയിടട്ടെ, ആനന്ദത്താൽ ആർത്തുപാടി സ്തുതിച്ചിടട്ടെ. അന്യഭാഷ എല്ലാരും ചൊല്ലിടട്ടെ, ആനന്ദത്താൽ ആർത്തുപാടി സ്തുതിച്ചിടട്ടെ. അന്ത്യകാലമായല്ലോ, അന്ത്യനാളടുത്തല്ലോ, പറന്നു പോകാൻ ആത്മശക്തി ഏറ്റെടുത്തിടാം. അന്ത്യകാലമായല്ലോ, അന്ത്യനാളടുത്തല്ലോ, പറന്നു പോകാൻ ആത്മശക്തി ഏറ്റെടുത്തിടാം. അന്ത്യകാലമായല്ലോ, അന്ത്യനാളടുത്തല്ലോ, പറന്നു പോകാൻ ആത്മശക്തി ഏറ്റെടുത്തിടാം. പാപബോധം നൽകണമേ, നീതിബോധം നൽകണമേ, ന്യായവിധിയെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തനത് വിധിയെക്കുറിച്ച് ഞങ്ങളെ പഠിപ്പിക്കണമേ, ബോധ്യം നൽകണമേ, ബോധ്യം നൽകണമേ, ബോധ്യം നൽകണമേ. ബുദ്ധിയുടെ അന്ധകാരം മാറ്റണമേ, കൃപ പകരണമേ, മനസ്സിന്റെ അജ്ഞത നീക്കണമേ, അഭിഷേകം നൽകണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പാപബോധം നൽകണമേ. പാപബോധത്താൽ ജനം കരഞ്ഞിടട്ടെ, നീതിബോധത്താൽ ജനം നിറഞ്ഞിടട്ടെ. പാപബോധത്താൽ ജനം കരഞ്ഞിടട്ടെ, നീതിബോധത്താൽ ജനം നിറഞ്ഞിടട്ടെ. പാപബോധത്താൽ ജനം കരഞ്ഞിടട്ടെ, നീതിബോധത്താൽ ജനം നിറഞ്ഞിടട്ടെ. ന്യായവിധിയുണ്ടെന്ന് ഓർത്തിടട്ടെ, ആത്മമാരി എങ്ങുമേ പെയ്തിടട്ടെ. ന്യായവിധിയുണ്ടെന്ന് ഓർത്തിടട്ടെ, ആത്മമാരി എങ്ങുമേ പെയ്തിടട്ടെ. അന്ത്യകാലമായല്ലോ, അന്ത്യനാളടുത്തല്ലോ, പറന്നു പോകാൻ ആത്മശക്തി ഏറ്റെടുത്തിടാം. അന്ത്യകാലമായല്ലോ, അന്ത്യനാളടുത്തല്ലോ, പറന്നു പോകാൻ ആത്മശക്തി ഏറ്റെടുത്തിടാം. അന്ത്യകാലമായല്ലോ, അന്ത്യനാളടുത്തല്ലോ, പറന്നു പോകാൻ ആത്മശക്തി ഏറ്റെടുത്തിടാം. പറന്നു പോകാൻ ആത്മശക്തി ഏറ്റെടുത്തിടാം. പറന്നു പോകാൻ ആത്മശക്തി ഏറ്റെടുത്തിടാം. പറന്നു പോകാൻ ആത്മശക്തി ഏറ്റെടുത്തിടാം.
അഭിഷേകം പകരണമേ, സാന്നിധ്യം നൽകണമേ, ശക്തി പകരണമേ, കെട്ടുകളടിക്കണമേ, അന്ധകാരമാക്കണമേ, പൈശാചിക കിടകള്, പൈശാചികാധിപത്യങ്ങള്, നാരിക ബന്ധനങ്ങള്, തിന്മയുടെ ശക്തികള് യേശുനാമത്തിൽ അനന്ത ശക്തിയാ, യേശുവിന്റെ അനന്ത ശക്തിയാ, യേശുവിന്റെ തിരിച്ചോര അനന്ത ശക്തിയാ നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപയൊടുക്കണമേ, കൃപയൊടുക്കണമേ. ഈശോയേ നന്ദി, ഈശോയേ നന്ദി, ഈശോയേ നന്ദി. പരിശുദ്ധ അമ്മ മാതാവിന്റെ വിമല ഹൃദയത്തിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഇന്ന് പരിശുദ്ധ അമ്മ മാതാവിന്റെ 7 വ്യാകുലങ്ങളുടെ തിരുനാളാണല്ലോ മക്കളെ. അമ്മയുടെ 7 വ്യാകുലങ്ങളിലേക്കും നമ്മുടെ എല്ലാവരെയും ഇന്നത്തെ ഈ ശുശ്രൂഷയെ നമുക്ക് സമർപ്പിക്കാം. ഒരു കുഞ്ഞിനെ പോലെ അമ്മയുടെ മുമ്പിൽ ഒന്ന് നിന്നേ, അമ്മയോടൊന്ന് പ്രാർത്ഥിച്ച്, അമ്മേ, ഞങ്ങൾക്ക് ഒത്തിരി അറിയാൻ കൊതിയുണ്ട്. സ്വർഗം എങ്ങനെയാണെന്നും മരണാന്തര ജീവിതം എങ്ങനെയാണെന്നും ഈ മരണത്തിന് ശേഷം ഞങ്ങളുടെ അവസ്ഥകൾ എന്തൊക്കെയാണെന്നും ഞങ്ങൾക്കറിയാനായിട്ട് ഒത്തിരി ദാഹമുണ്ട്, കൊതിയുണ്ട്. പക്ഷെ അമ്മേ, പലപ്പോഴും ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല. ഞങ്ങൾക്ക് സ്വർഗത്തിൻ്റെ ഈ വെളിപ്പെടുത്തലൊന്ന് തരണമേ. ഇതൊന്ന് മനസ്സിലാക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. അമ്മയെ മനസ്സിലാക്കുന്ന ഓരോ കാര്യങ്ങളും ജീവിക്കാനുള്ള വലിയൊരു ചൈതന്യം, വലിയൊരു അഭിഷേകം, വലിയൊരു കൃപ എൻ്റെ അമ്മ മാതാവേ, അമ്മ ഞങ്ങൾക്ക് നൽകണമേ എന്നുള്ള ആഗ്രഹത്തോടെ സകല മക്കളും അമ്മയ്ക്ക് അടിമ വെച്ചുകൊണ്ട്, ശുശ്രൂഷയെ അടിമ വെച്ചുകൊണ്ട് ഒരുമിച്ചൊന്ന് വിളിച്ചു പാടി പ്രാർത്ഥിച്ച് ആവേ മരിയ, ആവേ ആവേ അമ്മേ അമ്മേ, അമലേ അമലേ മരിയേ. എല്ലാവരും ചേർന്ന് പാടാമോ? ആവേ ആവേ അമ്മേ അമ്മേ, അമലേ അമലേ മരിയേ. ആവേ ആവേ സമർപ്പിച്ചുകൊണ്ട് അമ്മേ അമ്മേ, അമ്മയെ സ്നേഹിച്ചുകൊണ്ട് പാടിക്കേ. അമലേ അമലേ മരിയേ. രണ്ടുപേരിലെ പിടിച്ച് പതുക്കെ അമ്മയെ ആട്ടിക്കൊണ്ട് പാടിക്കേ. ആവേ ആവേ അമ്മേ അമ്മേ, അമലേ അമലേ മരിയേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീ, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ശാന്തരായിട്ടിരിക്കാം. ഒരുമിച്ചൊന്ന് പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ, ഇന്ന് നമ്മൾ ധ്യാനത്തിനായിട്ട് എടുത്തിരിക്കുന്ന വിഷയം മരണാനന്തര വിധികളെ കുറിച്ച്. ഓരോ ക്രൈസ്തവ മക്കളും വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. പ്രധാനമായിട്ടും മരണാന്തര വിധികൾ 2 എണ്ണമാണ്. 1 തനത് വിധി, 2 അന്ത്യവിധി. മനസ്സിലാക്കണം, മരണാന്തര വിധികള് 2 എണ്ണം. 1 തനത് വിധി, 2 അന്ത്യവിധി. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നേ ദിവസം കാണാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്താണ് തനത് വിധി, എങ്ങനെയാണ് തനത് വിധിക്ക് മുമ്പ് ഒരു ദൈവ പൈതൽ ഒരുങ്ങേണ്ടത്, ഒപ്പം തനത് വിധിയിൽ എന്ത് സംഭവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വചനം ഇപ്രകാരം പഠിപ്പിക്കുകയാണ്. ഹെബ്രായർ ലേഖനം 9-ാമത്തെ അധ്യായത്തില് 27-ാമത്തെ വചനം കേട്ടെ. ഹെബ്രായർ ലേഖനം 9-ാം അധ്യായം 27-28 വചനം ഇപ്രകാരം പഠിപ്പിക്കുന്നു. മനുഷ്യൻ ഒരു പ്രാവശ്യം മരിക്കണം, അതിനുശേഷം വിധി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. മനുഷ്യൻ ഒരു പ്രാവശ്യം മരിക്കണം, അതിനുശേഷം വിധി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വ്യക്തമായിട്ട് ദൈവവചനം പഠിപ്പിക്കുന്നു, മനുഷ്യന്റെ മരണത്തിന് ശേഷം ഉടനെ ഒരു വിധിയുണ്ട് എന്നുള്ള കാര്യം.
ഇനി നമ്മൾ അല്പം ആഴത്തിൽ ഇതിനൊന്ന് മനസ്സിലാക്കാനായിട്ട് നോക്കി. ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം വിധിക്ക് മുന്നിൽ ചെയ്തു തീർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എന്താണ് എന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ തൻ്റെ ആത്മാവിനെ ശുദ്ധീകരിക്കണം, ഇല്ലെങ്കിൽ ആത്മരക്ഷ നടത്തുക എന്നതാണ് വിധിക്ക് മുന്നിൽ ഒരു ദൈവ പൈതൽ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രിയപ്പെട്ടവരെ, എപ്രകാരമാണ് ഒരു വ്യക്തി ആത്മശുദ്ധീകരണം, ആത്മരക്ഷ വിധിക്ക് മുന്നിൽ നേടിയെടുക്കേണ്ടത്? പ്രധാനമായിട്ടും 4 കാര്യത്തിലൂടെ. 1, കുംഭസാരം. 2, കുംഭസാരിച്ച് നമുക്ക് പാപക്ഷമ കിട്ടിയ പാപത്തിനും ഒപ്പം ലഘുപാപത്തിനും, നമ്മൾ ഏറ്റുപറയാത്ത ലഘുപാപത്തിനും പരിഹാരം ചെയ്യല്. 3, നമ്മളായിട്ട് വരുത്തി തീർത്ത ക്രമരാഹിത്യം നമ്മളായിട്ട് പരിഹരിക്കുക. 4, ലോകത്തോടുള്ള മമത, ലോകത്തോടുള്ള മൈത്രി ഉപേക്ഷിച്ച് ദൈവത്തോട് അടുപ്പവും സ്നേഹവും ഒന്നാകലും നടത്തുക. തിരിച്ചറിയണം മക്കളെ, 4 കാര്യത്തിലൂടെയാണ് ആത്മവിശുദ്ധീകരണം അല്ലെങ്കിൽ ആത്മശുദ്ധീകരണം നമുക്ക് വിധിക്ക് മുന്നിൽ നടത്തേണ്ടത്. പ്രധാനമായിട്ടും 1, കുംഭസാരം. 2, പ്രായശ്ചിത്തം. 3-ാമത്തെ കാര്യം, നമ്മളായിട്ട് വരുത്തിവെച്ച ക്രമരാഹിത്യം നമ്മളായിട്ട് തീർക്കണം. 4, ലോകത്തെ ഉപേക്ഷിച്ച് ദൈവത്തോട് ചേരണം. പ്രിയപ്പെട്ടവരെ, എന്താണ് കുംഭസാരം? നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ എന്തിനാണ് അച്ഛൻ ഇത് പറയുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്നും പറയുന്ന പോലെ ഒരു കുംഭസാരമല്ല വിധിക്ക് മുന്നിൽ ഒരുങ്ങുന്ന അല്ലെങ്കിൽ വിധിക്കായിട്ട് ഒരുങ്ങുന്ന ഒരു ദൈവ പൈതൽ ചെയ്യേണ്ടത്. എന്നും പറയുന്ന പോലെ 4, 5, 10, 20 പാപമല്ല. പ്രിയപ്പെട്ടവരെ, 60 വയസ്സായ ഒരു വ്യക്തി, 70 വയസ്സായ ഒരു വ്യക്തി, 40 വയസ്സായ വ്യക്തി, 20 വയസ്സായ മക്കളെ, നിങ്ങൾ ഇത്ര വർഷം ജീവിച്ചോ, ഇത്രയും വർഷത്തില് നിങ്ങൾ മനസ്സില്, ശരീരത്തില്, ആത്മാവില്, പ്രത്യേകിച്ച് വിചാരം, വാക്ക്, പ്രവൃത്തി, ഉപേക്ഷ വഴി എന്തുമാത്രം പാപം ചെയ്തിട്ടുണ്ടോ ആ പാപം മുഴുവനും കണ്ടെത്തണം. പ്രിയപ്പെട്ടവരെ, ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് 100ഓളം പാപങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ചിന്തിച്ച പ്രിയപ്പെട്ടവരെ, 70 വർഷം കൊണ്ടോ 40 വർഷം കൊണ്ടോ 20 വർഷം കൊണ്ടൊക്കെ നമ്മൾ എന്തുമാത്രം പാപമാ ചെയ്തേക്കണേ. ഇതിൽ എത്ര പാപം നമ്മൾ ഇന്ന് വരെ ഏറ്റുപറഞ്ഞിട്ടുണ്ട്? നമ്മൾ എത്ര പാപങ്ങൾ ഇന്ന് വരെ അത് ഉപേക്ഷിക്കാനായിട്ട് അല്ലെങ്കിൽ അതിനെ ഓർത്തൊന്ന് അനുദപിച്ചൊന്ന് കരയാൻ തയ്യാറായിട്ടുണ്ട്? പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ കുംഭസാരം നമ്മൾ തിരിച്ചറിയുന്നത് നല്ലതാ. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ എല്ലാ വെള്ളിയാഴ്ചയും കുംഭസാരിക്കുമായിരുന്നു. രാവിലെ എഴുന്നേറ്റ് ദിവ്യകാരുണ്യ ഈശോയെ എഴുന്നള്ളിച്ച് വെച്ച് ആ ഈശോയുടെ മുമ്പിൽ കമന്ന് കിടന്നും മുട്ടിന്മേൽ നിന്നും പാപബോധം കിട്ടാൻ വേണ്ടി ഒത്തിരിയേറെ ദാഹിക്കും. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം 2 മണി തൊട്ട് 3 മണി വരെ കുംഭസാരക്കുട്ടി പോയി മുട്ടിന്മേൽ നിന്ന് തൻ്റെ പാപങ്ങൾ മുഴുവനും ഏറ്റുപറയുക. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയ്ക്ക് എല്ലാ വെള്ളിയാഴ്ചയും 1 മണിക്കൂർ നേരം മുട്ടിന്മേൽ നിന്ന് കരഞ്ഞുകൊണ്ട് ഏറ്റുപറയാനുള്ള പാപമുണ്ടായിരുന്നു മക്കളെ. അതുകൊണ്ടാണ് ഓരോ വെള്ളിയാഴ്ചത്തെ കുംഭസാരം കഴിയുമ്പോൾ ലോകത്തോട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, എന്തെന്നില്ലാത്ത ഒരു ശക്തി, എന്തെന്നില്ലാത്ത ഒരു കൃപ, എന്തെന്നില്ലാത്ത ഒരു അഭിഷേകം ഓരോ കുംഭസാരം കഴിയുമ്പോഴും എനിക്ക് കിട്ടുകയാ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചിന്തിച്ചു നോക്കിക്കേ പ്രിയപ്പെട്ടവരെ, നമ്മൾ 1 വർഷം കൂടി, 5 മാസം കൂടി, 8 മാസം കൂടി, 2 വർഷം കൂടി നമ്മൾ കുംഭസാരിക്കുമ്പോൾ നമുക്ക് എത്ര പാപം പറയാനുണ്ട്? ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയ്ക്ക് എല്ലാ വെള്ളിയാഴ്ചയും 1 മണിക്കൂർ നേരം നീണ്ടു നിൽക്കുന്ന പാപങ്ങൾ ഏറ്റുപറയാനുണ്ടെങ്കിൽ മക്കളെ, നമ്മൾ ഈ 20 പാപം വെച്ചുകൊണ്ട് 20 പാപം ഏറ്റുപറഞ്ഞിട്ട് നമ്മൾ എങ്ങനെയാ ആ വിധിയുടെ മുമ്പിൽ പോയി നിൽക്കാനായിട്ട് പറ്റുന്നത്? അതുകൊണ്ട് ഒരു ക്രൈസ്തവനെ സംബന്ധിച്ച് ചെയ്യേണ്ട കാര്യം, പാപബോധം കിട്ടിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വരെ എന്തുമാത്രം പാപം ചെയ്തിട്ടുണ്ടോ ആ പാപങ്ങൾ മുഴുവനും കണ്ടെത്തുക, അനുദപിക്കുക, ഏറ്റുപറയുക. ഇതാണ് ഒരു ക്രൈസ്തവന്റെ ഏറ്റവും പ്രധാന ആത്മശുദ്ധീകരണത്തിനുള്ള 1-ാമത്തെ മാർഗം. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. സത്യയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഉണർവോടെ പറഞ്ഞേ ഹല്ലേലൂയ. 2-ാമത്തെ ശുദ്ധീകരണത്തിന്റെ മാർഗം,
പ്രിയപ്പെട്ടവരെ, അത് പരിഹാരത്തിന്റെ പ്രാശ്ചിത്തത്തിന്റെ മാർഗമാ. എന്ന് വെച്ചാല് കുംഭസാരത്തിലൂടെ നമ്മൾ ഏറ്റുപറഞ്ഞ് പാപക്ഷമ കിട്ടിയിട്ടുള്ള പാപവും, അതോടൊപ്പം തന്നെ ലഘുപാപം എന്ന് വെച്ചാൽ നമ്മൾ ഏറ്റുപറയാത്ത എന്തുമാത്രം ലഘുപാപമുണ്ടോ ആ ലഘുപാപത്തിനും തക്കതായ പരിഹാരം ചെയ്യാനുള്ള ഒരു കടമ, ഒരു ഉത്തരവാദിത്തമുണ്ട്. എന്ന് വെച്ചാൽ പ്രിയപ്പെട്ട മക്കളെ മനസ്സിലാക്കണം, കുംഭസാരത്തിലൂടെ ഒരു ദൈവ പൈതലിന് പാപക്ഷമ കിട്ടുന്നു, പാപക്കുറ്റം നീങ്ങുന്നു, നിത്യ നരകാഗ്നിയിൽ നിന്ന് മോചനം കിട്ടുന്നു, നിത്യവിധിയിൽ നിന്ന് മോചനം കിട്ടുന്നു. പ്രിയപ്പെട്ടവരെ, എന്നാൽ പാപത്തിന്റെ കടം ആ വ്യക്തിയിൽ കിടക്കുക. ആ പാപത്തിന്റെ കടം മാറാനായിട്ട് അത് ലഘുപാപത്തിന്റെ ആകാം, പാപക്ഷമ കിട്ടിയിട്ടുള്ള പാപത്തിന്റെ ആകാം. ആ കടം മാറാനായിട്ട് ദൈവമക്കൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, നമ്മൾ പരിഹാര പ്രാശ്ചിത്ത കാര്യങ്ങൾ ചെയ്യുക എന്നതാ. പ്രിയപ്പെട്ടവരെ, എപ്രകാരമാണ് പരിഹാര പ്രാശ്ചിത്ത കാര്യങ്ങൾ ചെയ്യുന്നത്? പ്രധാനമായിട്ടും 4 മാർഗത്തിലൂടെ. 1, പരിശുദ്ധ കുർബാന അർപ്പിച്ച് കാഴ്ചവെക്കുക. 2, പരിശുദ്ധ ബലിയർപ്പണം, ജപമാലയാകാം, കരുണക്കൊന്തയാകാം, കുരിശിന്റെ വഴിയാകാം. നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രാർത്ഥനകളും നമ്മൾ ചെയ്തു പോയിട്ടുള്ള പാപത്തിന് പരിഹാരമായിട്ട്, അല്ലെങ്കിൽ പാപത്തിന്റെ കടങ്ങളുടെ മോചനത്തിനായിട്ട് ഓരോ പ്രാർത്ഥനകളും കാഴ്ചവെക്കുക. രണ്ടാമതായിട്ട് നമ്മുടെ ജീവിതത്തിന്റെ വേദനകളാകാം, വിഷമങ്ങളാകാം, ദുഃഖങ്ങളാകാം, ഭാരങ്ങളാകാം, തകർച്ചകളാകാം, നമ്മൾ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തികളാകാം, നന്മ പ്രവൃത്തികളാകാം, പുണ്യപ്രവൃത്തികളാകാം, ത്യാഗപ്രവൃത്തികളാകാം. മക്കളെ, ഇത് മുഴുവനും കടങ്ങളുടെ മോചനത്തിനായിട്ട് നമ്മൾ കാഴ്ചവെക്കുക. 3-ാമത്തെ കാര്യം, ദണ്ഡവിമോചനങ്ങൾ സഭയിലൂടെ കിട്ടുന്നത് എന്തുമാത്രമുണ്ടോ അത് മുഴുവനും സ്വീകരിച്ച് കാഴ്ചവെക്കുക. 4-ാമത്തെ കാര്യം, അനുദിന ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ചെറുതും വലുതുമായിട്ടുള്ള ഓരോ അധ്വാനങ്ങൾ മുഴുവനും ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ചെയ്തുകൊണ്ട് അത് കാഴ്ചവെക്കുക. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം ഈ 4 മാർഗത്തിലൂടെ നമ്മൾ ദൈവസന്നിധിയിൽ സമർപ്പണം നടത്തുമ്പോൾ നമ്മുടെ പാപത്തിന്റെ കടങ്ങൾ മോചിക്കപ്പെടുന്നു, നമ്മുടെ ആത്മശുദ്ധീകരണം അതിലൂടെ നടക്കുകയാ ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. എന്ന് വെച്ചാൽ മക്കളെ, 1, പരിശുദ്ധമായ കുംഭസാരം നടത്തി നമ്മുടെ ആത്മശുദ്ധീകരണം നടത്തണം. 2, പാപത്തിന്റെ കടങ്ങളുടെ മോചനത്തിനായിട്ട് പ്രാശ്ചിത്ത പ്രവർത്തികൾ ചെയ്തുകൊണ്ട് നമ്മുടെ ആത്മശുദ്ധീകരണം നടത്തണം. 3-ാമത്തെ കാര്യമാണ് ഇതിലും പ്രധാനപ്പെട്ട കാര്യം. 3-ാമത്തെ കാര്യമാണ്, പ്രിയപ്പെട്ടവരെ, നമ്മളായിട്ട് ഉണ്ടാക്കിയ ക്രമരാഹിത്യങ്ങൾ നമ്മളായിട്ട് വീട്ടുക എന്നുള്ളത്. എന്ന് വെച്ചാൽ എന്താണ് എന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ട ദൈവമക്കളെ, തിരിച്ചറിയുക, നമ്മൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നഷ്ടം വരുത്തിയിട്ടുണ്ടെങ്കിൽ ആ നഷ്ടം വരുത്തിയ കാര്യം കുംഭസാരത്തിൽ ഏറ്റുപറയാം. ആ കുംഭസാരത്തിൽ ഏറ്റുപറയുന്നതിലൂടെ ആ മേഖലയിൽ പാപക്ഷമ കിട്ടുന്നു. പക്ഷെ തീരുന്നില്ല മക്കളെ. നമ്മൾ ഒരു വ്യക്തിക്ക് നഷ്ടം വരുത്തിയിട്ടുണ്ടെങ്കിൽ ആ നഷ്ടം നമ്മൾ നികത്തുമ്പോൾ മാത്രമേ നമുക്കതിൽ നിന്നും പരിപൂർണമായിട്ടുള്ള മോചനം കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ വിധി ദിവസത്തിൽ ഇതിന് കണക്ക് കൊടുക്കേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ഒരു ദൈവ പൈതല് സുബോധമില്ലാതെ ഒരു വീട്ടിൽ കയറി ചെന്നിട്ട് അവിടെയുള്ള ചട്ടിയും അല്ലെങ്കിൽ ചെടിയും പൂക്കളും നശിപ്പിച്ചു എന്ന് വിചാരിക്കുക. സുബോധം തിരിച്ചു വന്നപ്പോൾ, പ്രിയപ്പെട്ടവരെ, ആ വ്യക്തി ചെയ്ത് തെറ്റിപ്പോയി എന്ന് മനസ്സിലാക്കിയിട്ട് ആ വീട്ടിൽ ചെന്ന് ഗ്രഹനാഥനോടും ആ കുടുംബത്തിലുള്ളവരോടും പോയി മാപ്പ് ചോദിക്കുക. പ്രിയപ്പെട്ടവരെ, ആ കുടുംബത്തിലെ ഗ്രഹനാഥന്, ആ കുടുംബത്തിലെ ഉള്ളവര് ആ വ്യക്തിക്ക് ക്ഷമ കൊടുത്തു. പക്ഷേ അവിടെയും കൊണ്ട് പ്രശ്നം തീരില്ല. നശിപ്പിച്ചു കളഞ്ഞ ചെടിച്ചട്ടി നമ്മൾ തിരിച്ചു വാങ്ങിച്ചു കൊടുക്കണം. 2, നശിപ്പിച്ചു കളഞ്ഞ ചെടി നമ്മൾ തിരിച്ചു കൊടുക്കുമ്പോൾ മാത്രമേ ആ മേഖലയിൽ പരിപൂർണ വിശുദ്ധീകരണം വരികയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ നശിപ്പിച്ചു കളഞ്ഞ ചെടിച്ചട്ടി നമുക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും. പക്ഷേ നശിപ്പിച്ച ആ ചെടിയും ആ പൂവും അതുപോലെ നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ തിരിച്ചറിയണം, പ്രാശ്ചിത്ത പ്രവൃത്തിയിലൂടെ പരിഹാരം ചെയ്യാൻ പറ്റുന്ന മേഖലയുണ്ട്,
പ്രായശ്ചിത്ത പ്രവൃത്തിയിലൂടെ പരിഹാരം ചെയ്യാൻ പറ്റാത്ത മേഖലയുണ്ട്. പ്രായശ്ചിത്ത പ്രവൃത്തിയിലൂടെ പരിഹാരം ചെയ്യാൻ പറ്റുന്ന മേഖലയുണ്ട്. പ്രായശ്ചിത്ത പ്രവൃത്തിയിലൂടെ പരിഹാരം ചെയ്യാൻ പറ്റാത്ത മേഖലയുണ്ട്. അതുകൊണ്ടാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1472 1473 ഇപ്രകാരം പഠിപ്പിക്കുന്നു: കുംഭസാരം വഴി വൈദികൻ നൽകുന്ന പാപമോചനത്തിലൂടെ എല്ലാ പാപവും ക്ഷമിക്കപ്പെട്ടു, മോചിക്കപ്പെട്ടു. പക്ഷേ പാപത്തിലൂടെ ഉണ്ടായ ക്രമരാഹിത്യം ബാക്കി നിൽക്കുന്നു. കൂടാതെ പാപത്തിന്റെ കാലിക ശിക്ഷ ബാക്കി നിൽക്കുന്നു. ഇത് ദൈവം നൽകുന്ന ശിക്ഷയല്ല, മറിച്ച് പാപത്തിന്റെ സ്വഭാവത്തിൽ നിന്ന് ഉണ്ടാകുന്നതാ. തിരിച്ചറിയണം മക്കളെ, ഒരു വ്യക്തി പാപം ചെയ്തിട്ട് കുമ്പസാരിക്കുമ്പോൾ പാപക്ഷമ കിട്ടുന്നു. പക്ഷേ നിലനിൽക്കുന്ന രണ്ട് കാര്യം: ഒന്ന് കാലിക ശിക്ഷ, രണ്ടാമത്തെ കാര്യമാണ് ക്രമരാഹിത്യം. അതുകൊണ്ടാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1459 ഇപ്രകാരം പഠിപ്പിക്കുന്നു: പാപമോചന ആശീർവാദം പാപത്തെ നീക്കം ചെയ്യുന്നു, പക്ഷേ പാപമുണ്ടാക്കിയിട്ടുള്ള എല്ലാ ക്രമരാഹിത്യങ്ങളെയും അത് പരിഹരിക്കുന്നില്ല. പാപത്തിൽ നിന്ന് ഉയർത്തപ്പെടുന്നെങ്കിലും പാപി തൻ്റെ ആധ്യാത്മിക ആരോഗ്യം പൂർണ്ണമായിട്ടും വീണ്ടെടുക്കേണ്ടിയിരിക്കുന്നു. തൻ്റെ പാപത്തിന് പ്രതിവിധിയായിട്ട് എന്തെങ്കിലും കൂടുതൽ ചെയ്തതുകൊണ്ടാണ് ഇത് വീണ്ടെടുക്കേണ്ടത്. അവൻ തൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യണം. എന്ന് വെച്ചാൽ ഒരു ചെറിയ സംഭവത്തിലൂടെ ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരു ക്യാൻസർ രോഗി അറിയാമെന്നിരിക്കട്ടെ. ക്യാൻസർ രോഗിക്ക് ആ വേദന മൂർച്ഛിച്ചു, അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, ആരോഗ്യം മുഴുവനും ക്ഷയിച്ചു പോയി, അദ്ദേഹം തളർന്നുകൊണ്ടിരിക്കുക, മരണത്തിന്റെ വക്കിൽ അദ്ദേഹം നിൽക്കുകയാണെന്ന് ചിന്തിക്കുക. പ്രിയപ്പെട്ടവരെ, അനേകം മക്കൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോ ഇടപെടുന്നു. ഈശോ ആ വ്യക്തിയുടെ രോഗപീഠയില് സൗഖ്യം കൊടുക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈശോ അദ്ദേഹത്തിന്റെ ക്യാൻസർ സുഖപ്പെടുത്തി. പക്ഷേ ആരോഗ്യ മേഖലയിൽ ഇടപെട്ടിട്ടില്ല. എന്ന് വെച്ചാൽ അദ്ദേഹം ക്ഷീണിച്ച് അവശനായിരിക്കുന്ന അവസ്ഥയ്ക്ക് ഒരു മാറ്റവുമില്ല, അത് അതേപടി. പക്ഷെ ക്യാൻസർ സുഖപ്പെട്ടു. ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ട പ്രിയപ്പെട്ടവരെ? ക്യാൻസർ സുഖപ്പെട്ട വ്യക്തി പൂർണ്ണ ആരോഗ്യത്തിനായിട്ട് നല്ല ഭക്ഷണം കഴിച്ച് അദ്ദേഹം മുന്നോട്ട് വരുമ്പോൾ മാത്രമാണ് അദ്ദേഹത്തിന് തൻ്റെ പഴയ ആരോഗ്യസ്ഥിതി കിട്ടുകയുള്ളൂ. ഇതുപോലെ തന്നെയാ പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തി പാപം ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ച ശേഷം പാപക്ഷമ കിട്ടി, അതിനുശേഷം തക്കതായ പ്രായശ്ചിത്തം, അത് ശാരീരിക പ്രായശ്ചിത്തവും ആത്മീയ പ്രായശ്ചിത്തവും ചെയ്താൽ മാത്രമേ ആ വ്യക്തിക്ക് പരിപൂർണമായിട്ടുള്ള വിശുദ്ധീകരണം സാധ്യമാകൂ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. എന്ന് വെച്ചാൽ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ, നമ്മൾ നുണ പറഞ്ഞതിന്റെ ഫലമായിട്ട് ഒരു ദൈവ പൈതല് ജയിലിൽ പോയി കിടക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ കാര്യം ഏറ്റുപറഞ്ഞു, കുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞു, നമുക്കതിൽ നിന്ന് പാപമോചനം കിട്ടി, പാപക്ഷമ കിട്ടി. പക്ഷേ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് പ്രിയപ്പെട്ടവരെ, ആ പാപത്തിന്റെ കടങ്ങളുടെ മോചനത്തിനായിട്ട് നമ്മൾ ഒരു ജപമാല ചൊല്ലിയാലോ, ഒരു കരുണക്കൊന്ത ചൊല്ലിയാലോ, ഒരു കുരിശിന്റെ വഴി ചൊല്ലിയാലോ, ഒരു ബലിയർപ്പിച്ചാലോ അതിന്റെ കടം മോചിക്കപ്പെടില്ല. മറിച്ച് എന്ത് ചെയ്യണം? സത്യം പറഞ്ഞ് ആ വ്യക്തിയെ ജയിലിൽ നിന്ന് ഇറക്കിയാൽ മാത്രമേ ആ പാപത്തിന്റെ കടം മോചിക്കപ്പെടുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. ജീവനോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു വ്യക്തിയുടെ സൽപ്പേര് കളഞ്ഞു എന്നിരിക്കട്ടെ. നമ്മളൊരു വ്യക്തിയുടെ സൽപ്പേര് കളഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവർ, അതിനുശേഷം പോയി കുമ്പസാരിച്ചു, പാപക്ഷമ കിട്ടി, ആ ചെയ്ത പാപത്തിന്റെ കടങ്ങളുടെ മോചനത്തിനായിട്ട് മുട്ടേ കുത്തി കരം വിരിച്ചു പിടിച്ചിട്ട് ഒരു ജപമാല ചൊല്ലിയാലും ആ പാപത്തിന്റെ കടം ആത്മീയമായിട്ട് മാത്രമേ മോചിക്കപ്പെടുകയുള്ളൂ. ആ പാപത്തിന്റെ കടം ശാരീരികമായി മോചിക്കപ്പെടണമെങ്കിൽ ആ വ്യക്തിക്ക് ആ സൽപ്പേര് തിരിച്ചു കൊടുത്താൽ മാത്രമാണ് ആ വ്യക്തിയുടെ പാപത്തിന്റെ കടം യഥാർത്ഥത്തിൽ മോചിക്കപ്പെടുക. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. മറ്റൊരു ഉദാഹരണം പറയുവാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു വ്യക്തിയുടെ ഒരു കാര്യം മോഷ്ടിച്ചെടുത്തു എന്നിരിക്കട്ടെ, ഒരു സാധനം മോഷ്ടിച്ചെടുത്തു എന്നിരിക്കട്ടെ. അതിനുശേഷം നമ്മൾ പോയിട്ട് കുമ്പസാരിച്ചു, കുമ്പസാരത്തിലൂടെ പാപക്ഷമ കിട്ടി,
അതിനുശേഷം നമ്മൾ പോയിട്ട് ആ പാപത്തിന്റെ കടങ്ങളുടെ മോചനത്തിനായിട്ട് നമ്മൾ പോയി ഒരു ജപമാല ചൊല്ലുകയോ ഒരു കരുണക്കൊന്ന് ചൊല്ലുകയോ ചെയ്താൽ ആത്മീയ മേഖലയിൽ മാത്രമേ മോചനം കിട്ടിയിട്ടുള്ളൂ. എന്നാൽ എപ്പോൾ ആ വ്യക്തിക്ക് നമ്മൾ മോഷ്ടിച്ചെടുത്ത സാധനം തിരിച്ചു കൊടുക്കുന്നുവോ അപ്പോഴാണ് യഥാർത്ഥത്തിൽ കടം മോചിക്കപ്പെടുക. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇവിടെയൊക്കെ നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന ചില കാര്യമാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ജീവൻ നശിപ്പിക്കുന്നത്, ഒരു വ്യക്തിയെ കൊല്ലുന്നത്, അബോർഷൻ ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ചെയ്തിട്ട് നമ്മൾ പോയി കുമ്പസാരിക്കുമ്പോൾ പാപക്ഷമ കിട്ടുന്നു. എന്താ തക്കതായിട്ടുള്ള പരിഹാരം? എന്താ? ഒന്നെങ്കിൽ മറ്റൊരു കുഞ്ഞിനെ ദത്തെടുക്കണം, ഇല്ലെങ്കിൽ ഏതെങ്കിലും പാവപ്പെട്ട കുഞ്ഞിന് നമുക്കൊരു കുഞ്ഞുണ്ടാകുമായിരുന്നെങ്കിൽ എന്തൊക്കെ ചെയ്തു കൊടുക്കുമായിരുന്നോ അതൊക്കെ ഏതൊക്കെ പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമോ അപ്രകാരം കൊടുക്കണം. ഇതൊരു സൈഡ് മാത്രമേ ആയിട്ടുള്ളൂ. ഇനി പരിഹരിക്കാൻ പറ്റാത്തൊരു കാര്യം എന്താ? പ്രിയപ്പെട്ടവരെ, നമ്മളൊരു കുഞ്ഞിനെ കൊന്നു കളഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു ജീവനെ അപഹരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അവരിലൂടെ അവരുടെ കുടുംബത്തിനും ആ ദേശത്തിനും എന്തുമാത്രം കൃപ, എന്തുമാത്രം അനുഗ്രഹം, എന്തുമാത്രം സ്നേഹം കിട്ടുമായിരുന്നോ അത് നമുക്ക് തിരിച്ചു കൊടുക്കാനായിട്ട് പറ്റില്ല. അവിടെ നമ്മൾ ചെയ്യേണ്ടത് ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രധാനമായിട്ടും പറഞ്ഞ് വിധിക്ക് മുന്നിൽ ഒരുങ്ങേണ്ട 3 കാര്യം പറഞ്ഞു. ഒന്ന്, വിശുദ്ധ കുമ്പസാരം നടത്തണം. 2, പരിഹാരം ചെയ്യണം. 3, ക്രമം നമ്മളായിട്ട് തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ ആ ക്രമം നമ്മളായിട്ട് തന്നെ പരിഹരിക്കണം. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. 4ാമത്തെ കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്ന് വെച്ചാൽ പ്രിയപ്പെട്ടവരെ, നമ്മളായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏതെങ്കിലും മേഖലയിൽ ലോകത്തെ കെട്ടിപ്പിടിച്ച് ലോകത്തോട് അമിതമായിട്ടുള്ള മമതയുണ്ടെങ്കിൽ, ലോകത്തോട് അമിതമായിട്ടുള്ള മൈത്രി ഉണ്ടെങ്കിൽ അത് ഉപേക്ഷിച്ച് ദൈവത്തോട് ചേരാത്തിടത്തോളം കാലം വിധി ദിനത്തിൽ നമുക്ക് സ്നേഹത്തോടെ സമാധാനത്തോടെ നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നാഹൂ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇപ്രകാരം വചനം പഠിപ്പിക്കുക. നാഹൂ പ്രവാചകന്റെ പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ വചനം എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് വിനാശകം വരുമ്പോൾ ഒരുങ്ങേണ്ടത് എന്നതിനെ കുറിച്ച് പഠിപ്പിക്കുക. നാഹൂ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 1-ാമത്തെ വചനം പഠിപ്പിക്കുന്നു. വിനാശകൻ നിനക്കെതിരെ വരുന്നു, കോട്ടകളില് പ്രതിരോധനം ഏർപ്പെടുത്തുക, വഴികളില് കാവൽ നിർത്തുക, നീ അരമുറുക്കുക, സർവശക്തിയും സംഭരിക്കുക. കേട്ട മക്കളെ, വിനാശകം വരുമ്പോൾ ചെയ്യേണ്ട, ദൈവമക്കൾ ചെയ്യേണ്ട 4 കാര്യമാണ്. 1, കോട്ടകളിൽ പ്രതിരോധനം ഏർപ്പെടുത്തണം. 2, വഴികളിൽ കാവൽ നിർത്തണം. 3, അര മുറുക്കണം. 4, സർവശക്തിയും സംഭരിക്കണം. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഏതാണ് ഈ കാലഘട്ടത്തിന്റെ വിനാശകന്? അത് മറ്റൊന്നുമല്ല, മരണമാ മക്കളെ. ഈ മരണം നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട 4 കാര്യം: 1, കുമ്പസാരിച്ചൊരുങ്ങണം. 2, പരിഹാരം ചെയ്തൊരുങ്ങണം. 3, ക്രമം തെറ്റിയിട്ടുണ്ടെങ്കിൽ പരിഹരിക്കണം. 4, ലോകത്തെ ഉപേക്ഷിച്ച് ദൈവത്തെ കെട്ടിപ്പിടിച്ച് ഒരുങ്ങാൻ തയ്യാറായാൽ മാത്രമേ ആ മരണത്തോടെ വിധിയിലേക്ക് പോകുമ്പോൾ ആ വിധിയുടെ മുന്നിൽ ഭയപ്പെടാതെ, വേദനിക്കാതെ, തളരാതെ നിൽക്കാനായിട്ട് പറ്റുകയുള്ളൂ. പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഉറപ്പോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഏത് വ്യക്തിയെ വേണമെങ്കിലും, ഏത് സമയത്ത് വേണമെങ്കിലും, എങ്ങനെ വേണമെങ്കിലും മരണം നമ്മളെ കയറി പിടിക്കാനായിട്ട് നമ്മുടെ സമീപത്തുണ്ട്. ഇന്ന് പല മക്കളുടെയും ചിന്ത എന്താ? ഇന്ന് പല വ്യക്തികളും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് മരണം ഒത്തിരി അകലെയാ, എന്റെ സമയമായിട്ടില്ല, എനിക്ക് ഒത്തിരി വർഷം ജീവിക്കാനുണ്ട്, ഒത്തിരി കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ട്, ഒത്തിരി സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുണ്ട്. അതുകൊണ്ട് മരണത്തെ ഞാൻ ഭയപ്പെടേണ്ട കാര്യമില്ല, മരണം എൻ്റെ അടുത്തെത്താറായിട്ടില്ല, എൻ്റെ സമയം ഇനിയും ധാരാളം ഉണ്ട് എന്ന പല ദൈവമക്കളും ചിന്തിച്ചിരിക്കുക. പക്ഷെ തിരിച്ചറിയണം മക്കളെ, മരണം നമ്മുടെയൊക്കെ തൊട്ടടുത്ത. ഇനി നമുക്ക് ചിലപ്പോൾ ഒത്തിരി നാൾ ചിലപ്പോൾ ജീവിക്കാൻ കാണില്ല, ഒത്തിരി ദിനങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കില്ല. എന്ന് വെച്ചാൽ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും ഒത്തിരി അടുത്താണ് മരണം കടന്നു വന്നിരിക്കുക. ഞാൻ എന്തുകൊണ്ടാണ് ഇപ്രകാരം പറയണേ എന്ന് ചോദിച്ചാൽ, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഹോസ്പിറ്റലിൽ ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ചെന്നപ്പോൾ ഒരു സംഭവം കാണാനിട വന്നു മക്കളെ.
രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഇറങ്ങി പുറത്തേക്ക് വരുന്ന സമയത്ത് ഒരു ഓട്ടോയിൽ നിന്നും ഒരപ്പനും ഒരമ്മയും ഒരു കുഞ്ഞിനെ എടുത്തുകൊണ്ട് നേരെ കാഷ്വാലിറ്റിയിലേക്ക് ഓടുകയാണ്. അവിടെ ചെന്ന് ഇവരുടെ കരച്ചിലും ഇവരുടെ ബഹളവും കണ്ടിട്ട് എന്താ സംഭവിച്ചെന്നറിയാൻ ഞാൻ പതുക്കെ കാഷ്വാലിറ്റിയിലേക്ക് കയറി ചെന്നു. ഈ അപ്പനോട് ചോദിച്ചു, എന്തേ പറ്റിയേ? ഈ അപ്പച്ചൻ എന്നോട് പറഞ്ഞു, അച്ഛാ, ജനിച്ചിട്ട് 6 മാസമേ ആയുള്ളൂ, കൊച്ചിന് അനക്കമില്ല, എന്താ പറ്റിയെന്ന് അറിയത്തില്ല. പ്രിയപ്പെട്ടവരെ, ഇവർ രണ്ടുപേരെയും വിളിച്ച് ഞാൻ കുറെ ആശ്വാസവാക്കും കൊടുത്തുകൊണ്ടിരുന്നു. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്നെയും ഈ കുഞ്ഞിന്റെ അപ്പച്ചനെയും വിളിച്ചിട്ട് ഡോക്ടർ കൈകൂപ്പിക്കൊണ്ടൊരു കൊച്ചു കാര്യം പറഞ്ഞു, സോറി, കൊച്ചു പോയി. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ നാളിൽ ഞാൻ കേട്ട മറ്റൊരു കാഴ്ചയുണ്ട്. മറ്റൊന്നുമല്ല, വൈകുന്നേരം കിടക്കുന്നതിന് മുമ്പ് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞ് അപ്പൻ്റെയും അമ്മയുടെയും അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ഞാനിന്ന് നേരത്തെ കിടക്കുകയാ, രാവിലെ 5 മണിക്ക് എന്നെ ഒന്ന് വിളിച്ചേക്കണം. അമ്മ പറഞ്ഞു, മോൻ കിടന്നോ, ഞാൻ വിളിച്ചേക്കാം. പ്രിയപ്പെട്ടവരെ, കുഞ്ഞു പോയി കിടന്നു. രാവിലെ 5 മണിക്ക് വന്നിട്ട് അമ്മ തട്ടി വിളിച്ചു. കുറെ വിളിച്ചിട്ടും എഴുന്നേക്കാത്തപ്പോൾ അമ്മ കുഞ്ഞിനെ തിരിച്ചു കിടത്തിയപ്പോൾ ഒരു കാഴ്ച കണ്ടു, കുഞ്ഞ് പോയി. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ നാളിൽ മറ്റൊരു കാഴ്ച കാണാനിട വന്നു. ഒരു 2 നില കെട്ടിടം നന്നായിട്ട് പണിത ഒരു അപ്പച്ചൻ എല്ലാവരെയും ആ കാണുന്ന വീടിന്റെ വെഞ്ചിരിപ്പനായിട്ട് വിളിച്ചുകൂട്ടി. തലേ ദിവസം വൈകുന്നേരം ഒത്തിരിയേറെ ആളുകളൊക്കെ വന്നു. എല്ലാവരും അപ്പച്ചന് കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു, നന്നായിരിക്കണു, നല്ല പ്ലാനാ. പ്രിയപ്പെട്ടവരെ, അപ്പച്ചൻ പിറ്റേ ദിവസം രാവിലെ 11 മണിക്ക് വെഞ്ചിരിപ്പ് പറഞ്ഞേക്കണേ. തലേ ദിവസം തൊട്ട് ആളുകൾ കാണാനും ആളുകൾ സംസാരിക്കാനൊക്കെ വന്നു. അപ്പച്ചൻ എല്ലാവരെയും സന്തോഷത്തോടെ പറഞ്ഞയച്ചു. പക്ഷെ അപ്പച്ചൻ കിടക്കാൻ നേരത്തെ ഒരു തീരുമാനമെടുത്തു, വെഞ്ചിരിച്ചിട്ടേ അകത്ത് കിടക്കുന്നുള്ളൂ. പ്രിയപ്പെട്ടവരെ, അപ്പച്ചന് കാർ പോർച്ചിലേക്ക് ഒരു തോർത്തങ്ങോട്ട് വിരിച്ചിട്ടു. എന്നിട്ട് അപ്പച്ചൻ ചെയ്ത ഒരു കൊച്ചു കാര്യം ഇപ്രകാരമാ, അവിടെ കിടന്നു, നാളെ വെഞ്ചിരിച്ചിട്ട് അകത്ത് കിടക്കാം. എന്താ സംഭവിച്ചെന്നറിയണമോ? പിറ്റേ ദിവസം രാവിലെ 4 മണിക്ക് തൻ്റെ ജീവിത പങ്കാളി വന്നിട്ട് അപ്പച്ചനെ തട്ടിയപ്പോൾ അപ്പച്ചന് ജീവനില്ല, പോയി. ഞാൻ എന്തിനാ ഇതൊക്കെ പറയണമെന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ട ദൈവമക്കളെ, തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. മരണമെന്ന് പറയുന്ന യാഥാർത്ഥ്യം ആരെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും കയറി പിടിക്കാം. പിടിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് യാത്ര പറയാനുണ്ട്, കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, എനിക്കൊന്ന് കുമ്പസാരിക്കാനുണ്ട്, എനിക്കൊന്ന് പരിഹാരം ചെയ്യാനുണ്ട്. ഇപ്രകാരം ഒക്കെ നമ്മൾ പറഞ്ഞാലും മരണം നമ്മളെ കയറി പിടിച്ചാൽ മക്കളെ, അത് നമ്മളെ കൊണ്ടേ പോകൂ. അതുകൊണ്ട് ഓരോ ദൈവമക്കളും ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വിധിക്ക് മുന്നിൽ നല്ല കുമ്പസാരത്തിലൂടെ തൻ്റെ ജീവിതത്തെ ഒരുക്കുക. 2, പരിഹാരം ചെയ്യുക. 3ാമത്തെ കാര്യം, താൻ തൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള മേഖലയിൽ തെറ്റായ കാര്യങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ള പരിഹാരം ചെയ്യുക. അവസാനത്തെ കാര്യം, ലോകവുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ച് ദൈവത്തോട് അടുക്കുക എന്നുള്ള കാര്യം. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോ ശ്വാസം ശ്വസിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മളെ ഓരോ ശ്വസനം കഴിയുമ്പോഴും നമ്മൾ ഓരോ കാൽപാദം അല്ലെങ്കിൽ കാലടി മുന്നോട്ട് വയ്ക്കുമ്പോഴും ഓരോ നിമിഷം കഴിയുമ്പോഴും നാം മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുക. നമ്മൾ കഴിഞ്ഞു പോയിട്ടുള്ള അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തിയിട്ടുള്ള മണിക്കൂറോ ദിവസമോ മിനിറ്റോ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റില്ല. ഈ ദൈവം നമ്മുടെ മുമ്പിൽ വെച്ച് തന്നിട്ടുള്ള ദിവസങ്ങളാകാം, മണിക്കൂറുകളാകാം, ആഴ്ചകളാകാം, മാസങ്ങളാകാം. നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് മക്കളെ, ഈ 4 കാര്യത്തിലൂടെ വിധിക്കായിട്ട് ഒരുങ്ങുക എന്നുള്ളതാ. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ, വിശുദ്ധർ ചെയ്ത ഒരു കൊച്ചു കാര്യമുണ്ട്. വിശുദ്ധർ ജീവിതത്തിൽ എപ്പോഴും മരണത്തെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്നു. അതിന്റെ ഫലമായിട്ട് വിശുദ്ധരുടെ ജീവിതം പരിശോധിക്കുമ്പോൾ കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയുണ്ട്. വിശുദ്ധര് മരണത്തെ കുറിച്ച് എപ്പോഴും ചിന്തിച്ചതുകൊണ്ട് എല്ലാറ്റിനെയും അവർ വില കുറച്ച്, ഈ ലോകത്തിലുള്ള സകല കാര്യത്തെയും അവർ വില കുറച്ച് കാണാൻ തുടങ്ങി. 2ാമതായിട്ട്, ഈ ജീവിതത്തിലെ എല്ലാ വസ്തുക്കളും പ്രത്യക്ഷത്തിൽ തന്നെ അരോചകവും ക്ഷണികവുമായിട്ട് അവർക്ക് തീരാൻ തുടങ്ങി. 3ാമതായിട്ട്, ലോകത്തോടുള്ള സ്നേഹം ഊട്ടിയുറപ്പിക്കാനായിട്ട് അവർക്ക് സാധിക്കാതെ അതിൻ്റെ ഫലമായിട്ട് വന്നു. 4ാമതായിട്ട്, ലൗകിക വസ്തുക്കളിൽ നിന്നും മരണം നമ്മളെ അകറ്റുന്നതിന് മുമ്പ് അവർ ലൗകിക വസ്തുക്കളെ തങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകറ്റി നിർത്തി. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഓരോ ദൈവമക്കളും വിധിക്ക് മുന്നിലായിട്ട് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാ.
എപ്പോഴും മരണത്തെക്കുറിച്ച് ചിന്തിക്കുക, മരണത്തെക്കുറിച്ച് ധ്യാനിക്കുക. മരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും മരണത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോഴും ഒരു ദൈവ പൈതലിന് കിട്ടുന്ന 4 കാര്യങ്ങളാണ് ഈ ലോകത്തിലുള്ള എല്ലാറ്റിനെയും വില കുറച്ച് നമുക്ക് കാണാനായിട്ട് പറ്റുന്നു. നമ്മൾ ചിന്തിക്കണം, ഞാൻ ഈ ലോകത്തിലുള്ള എല്ലാ കാര്യത്തിനും അമിതമായിട്ടുള്ള പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് വരെ മരണത്തിനായിട്ട് ഒരുങ്ങിയിട്ടില്ല എന്നുള്ള കാര്യം. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിലുള്ള എല്ലാ കാര്യവും ഞാൻ പ്രത്യക്ഷത്തിൽ എനിക്ക് അരോചകമായിട്ട് ക്ഷണികമായിട്ട് തോന്നുന്നില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, ഞാൻ ഇന്ന് വരെ മരണത്തെക്കുറിച്ചോ വിധിയെക്കുറിച്ചോ ചിന്തിക്കുകയോ ധ്യാനിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം. ഈ ലോകത്തിലുള്ള എല്ലാത്തിനോടും അമിതമായിട്ടുള്ള സ്നേഹം എൻ്റെ ഉള്ളിൽ നിന്നും വരുന്നുണ്ടെങ്കിൽ തിരിച്ചറിയുക, ഞാൻ വിധിയെക്കുറിച്ചോ മരണത്തെക്കുറിച്ചോ ഈ നിമിഷം വരെ ചിന്തിച്ചിട്ടില്ല എന്നുള്ള കാര്യം. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇനി നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ധ്യാനിക്കേണ്ട കാര്യം, അത് മരണത്തെക്കുറിച്ചും വിധിയെക്കുറിച്ചുമാണ്. വിശുദ്ധരുടെ ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റുന്ന ഒരു കാഴ്ചയുണ്ട് മക്കളെ. അവർക്ക് 2 ധ്യാനമാ. ഒന്ന് മരണാന്തര ജീവിതത്തെക്കുറിച്ചും, രണ്ടാമത്തെ കാര്യം അത് എപ്രകാരം സ്വന്തമാക്കാം എന്നതിനെ കുറിച്ചും. ഈ 2 ചിന്തയും ഈ 2 മേഖലയിലുള്ള ധ്യാനവും ഉള്ളൂ. വിശുദ്ധരുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ പങ്കുവെച്ചിരുന്നതും മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സംസാരിച്ചിരുന്നതും മരണാനന്തര ജീവിതത്തെ കുറിച്ചാ. അതിൽ പ്രത്യേകിച്ച് തനത് വിധിയെ കുറിച്ചാ, അന്ത്യവിധികളെ കുറിച്ചാ. പ്രിയപ്പെട്ടവരെ, ഇതിന്റെ ഫലമായിട്ട് അവർക്ക് ലോകത്തെ കെട്ടിപ്പിടിക്കാൻ പറ്റുന്നില്ല, മറിച്ച് ദൈവത്തെ മാത്രം കെട്ടിപ്പിടിക്കാനാ പറ്റുന്നേ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഈ ലോകത്തിൽ നിന്നും ഉടനെ യാത്ര പറയേണ്ടവരാ. ഈ ലോകത്തിൽ നിന്ന് നമ്മളൊക്കെ വിട്ടുപോകേണ്ടവരാ. ദൈവദൂതൻ വന്നിട്ട് നമ്മളോട് പറയുക, ആത്മാവേ ഉടനെ പുറപ്പെടുക എന്ന് പറഞ്ഞാൽ സകല കാര്യവും ഉപേക്ഷിച്ചിട്ട് പോകേണ്ട മക്കളാ ഞാനും നിങ്ങളും. പ്രിയപ്പെട്ടവരെ, നമ്മൾ കിടക്കുന്ന വീട് ഉപേക്ഷിക്കേണ്ട സമയമാ ഈ മരണത്തോടുകൂടി. നമ്മൾ എന്തൊക്കെ സ്വന്തമാക്കിയിട്ടുണ്ടോ, അത് പണമാകാം, സമ്പത്താകാം, സ്ഥാനമാനമാകാം, ബഹുമതിയാകാം, അധികാരമാകാം, സ്വർണമാകാം, സൗന്ദര്യ വസ്തുക്കളാകാം, ഡ്രസ്സാകാം, ചെരുപ്പുകളാകാം, ഭക്ഷണകാരികളാകാം. മക്കളെ, എന്തൊക്കെയാണോ നമ്മൾ ചേർത്ത് പിടിച്ചിരിക്കുന്നത് അതിനെ മുഴുവനും നമ്മൾ ഉപേക്ഷിച്ച് പോകേണ്ട സമയമാണ് മരണത്തിന്റെ സമയം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തെ കെട്ടിപ്പിടിക്കാതെ ദൈവത്തെ കെട്ടിപ്പിടിക്കാൻ ഓരോ ദൈവമക്കളും ആത്മാർത്ഥമായി ഇനി ആഗ്രഹിക്കുക. നമ്മുടെയൊക്കെ നാട്ടിൽ ചിലവർ മരിക്കുമ്പോൾ പല മക്കളും പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, അവരൊക്കെ ഒരുങ്ങിയിട്ടായിരിക്കോ മരിച്ചേ, അവർ നല്ല ജീവിതം ഒന്നും അല്ലല്ലോ നയിച്ചേ, അവർക്ക് രോഗീലാപനം കിട്ടിയിട്ടില്ലല്ലോ, അവർ നല്ലൊരു കുമ്പസാരം പോലും നടത്തിയിട്ടില്ലല്ലോ, അവരുടെ ആത്മാവ് എവിടെയായിരിക്കും? പല വ്യക്തികളും ഇപ്രകാരമുള്ള പല കമന്റുകളും പറയും. ഞാൻ നിങ്ങളോടൊന്ന് ചോദിച്ചോട്ടെ മക്കളെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നിന്റെ ആത്മാവിനെ ദൈവം വന്ന് കൂട്ടിക്കൊണ്ടുപോയാൽ എന്റെയും നിന്റെയും ഒക്കെ ആത്മാവ് പോകുന്നത് എവിടെയായിരിക്കും? ഈ പെട്ടെന്നുള്ള മരണം എന്ന് പറയുന്നത് എനിക്കോ നിനക്കോ മാറ്റി വേണ്ടാത്തതല്ല പ്രിയപ്പെട്ടവരെ. എനിക്കും നിനക്കും ഏത് സമയത്തും എപ്പോൾ വേണമെങ്കിലും എന്നെയും നിന്നെയും കയറി പിടിക്കാൻ സാധ്യതയുള്ള കാര്യമാണ് പെട്ടെന്നുള്ള മരണം എന്നുള്ള കാര്യം. അതുകൊണ്ട് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എപ്പോഴും ഒരുങ്ങിയിരിക്കുക. നമ്മുടെയൊക്കെ ആത്മാവിന് ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിട്ട് പോകേണ്ട ഒരു ദിവസമുണ്ട് മക്കളെ. നമ്മുടെയൊക്കെ സമയം ഓൾറെഡി നേരത്തെ തന്നെ നിശ്ചയിക്കപ്പെട്ടതാ. എവിടെ വെച്ചാണ് നമ്മുടെ വിധി നടക്കുന്ന സ്ഥലം പോലും ദൈവം നിശ്ചയിച്ചു വച്ചിരിക്കുക. ഈ ഭൂമിയിൽ നിന്ന് നമ്മുടെ ആത്മാവിനെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് മരണം കള്ളനെ പോലെ നമ്മുടെ സമീപത്തോടെ ഉണ്ട്. പക്ഷെ നമ്മൾ ചിന്തിക്കണം, നമ്മൾ ഇത്രയും നാളായിട്ടും ഒരുങ്ങിയിട്ടുണ്ടോ? നമ്മൾ ഇത്രയും നാളായിട്ടും മരണത്തിനായിട്ടും വിധിക്കായിട്ടും നമ്മളെ തന്നെ ഒന്ന് വിട്ടുകൊടുത്തിട്ടുണ്ടോ? സമർപ്പിച്ചിട്ടുണ്ടോ? ധ്യാനിച്ചിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, നമ്മൾ ലോകത്തെ കെട്ടിപ്പിടിച്ചാൽ നടക്കുന്ന ഒരു കൊച്ചു കാര്യം കൂടി പറഞ്ഞ് തണതിലേക്ക് കയറാം. പ്രിയപ്പെട്ടവരെ, ലോകത്തെ ഇത്രമാത്രം കെട്ടിപ്പിടിക്കുന്നതിന്റെ ഫലമായിട്ട് ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെടുകയാണ്. അതിന്റെ ഫലമായിട്ട് നടക്കുന്ന കാര്യം എന്താ? ദൈവം നമ്മളെ പാപത്തിൽ തന്നെ
ജീവിക്കാനായിട്ട് വിട്ടുകൊടുക്കുക. ദൈവം നമ്മളെ പാപത്തിൽ തന്നെ ജീവിക്കാനായിട്ട് വിട്ടുകൊടുക്കുക. പ്രിയപ്പെട്ടവരെ, ദൈവവുമായിട്ടുള്ള ലോകത്തെ കെട്ടിപ്പിടിക്കുമ്പോൾ രണ്ട് കാര്യം സംഭവിക്കുന്നു. ഒന്ന്, ദൈവത്തോടുള്ള ബന്ധം തകരുന്നു. രണ്ടാമത്തെ കാര്യം, പാപത്തിൽ ജീവിക്കാൻ, പാപം പെരുകാൻ ദൈവം നമ്മളെ വിട്ടുകൊടുക്കുക. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതിന്റെ ഫലമായിട്ട് എന്താ സംഭവിക്കുന്നത്? പാപം നിറഞ്ഞ നമ്മുടെ ആത്മാവിൽ നിന്നും ദൈവിക ചൈതന്യം, ഇല്ലെങ്കിൽ വിശുദ്ധ ഭയം, വിശുദ്ധമായിട്ടുള്ള പ്രകാശം, ദൈവവചനം, അത് ദൈവം എടുത്തു മാറ്റുക. പ്രിയപ്പെട്ടവരെ, അതിന്റെ ഫലമായിട്ട് നമ്മുടെ ഹൃദയം കഠിനമാകാൻ തുടങ്ങുന്നു. നമ്മളിലേക്ക് ദുശീലങ്ങൾ അടിഞ്ഞുകൂടാൻ തുടങ്ങുന്നു. നമ്മളിൽ അശുദ്ധി പെരുകാൻ തുടങ്ങുന്നു. നമ്മൾ അടിമകളായി തീരാൻ തുടങ്ങുന്നു. ദൈവകൃപ നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുന്നു. സ്വർഗത്തിലേക്കുള്ള പടി നമുക്ക് ചവിട്ടാൻ പറ്റാത്ത അവസ്ഥ വരുന്നു. പ്രബോധനങ്ങൾ നമ്മൾ പുച്ഛിച്ചു തള്ളുന്നു. ആത്മനാശം വലിയ കാര്യമായിട്ട് നമ്മൾ കാണുന്നില്ല. അങ്ങനെ നമ്മുടെ ആത്മാവ് നഷ്ടപ്പെടുകയാണ് യഥാർത്ഥത്തിൽ ലോകത്തെ കെട്ടിപ്പിടിക്കുന്നതിലൂടെ സംഭവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഉണർവോടെ പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ ചിന്തിച്ച് നോക്കിക്കേ പ്രിയപ്പെട്ടവരെ, ഒരു രോഗി ഡോക്ടറിന്റെ അടുത്ത് എന്നിട്ട് തന്റെ രോഗ കാര്യങ്ങളൊക്കെ പറയുക. ഡോക്ടർ ഇത് കേട്ടതിന് ശേഷം പറയുന്നു, ഇന്നതാണ് രോഗം, ഇന്നതാണ് മെഡിസിൻ, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. പ്രിയപ്പെട്ടവരെ, രോഗി അത് അനുസരിക്കാതെ, ആ മെഡിസിൻ എടുക്കാതെ തൻ്റെ ഇഷ്ടം പോലെ ജീവിക്കുന്നതിൻ്റെ ഫലമായിട്ട് എന്താ സംഭവിക്കുന്നത്? ആ വ്യക്തിയുടെ രോഗം മൂർച്ഛിക്കുന്നു. ആ വ്യക്തി മരിക്കാനിടവരികയാ. ഇതുപോലെ തന്നെയാ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിർബന്ധ ബുദ്ധിയായിട്ട് ജീവിക്കുന്ന ചില വ്യക്തികള് എത്രയൊക്കെ പറഞ്ഞു കൊടുത്താലും, എത്രയൊക്കെ കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുത്താലും തൻ്റെ ജീവിതത്തെ തിരുത്താനായിട്ട് നോക്കാതെ നിർബന്ധ ബുദ്ധിയിൽ കഴിയുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലുണ്ടാകുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ദൈവം അവരോടുള്ള സംസാരം കുറയ്ക്കുന്നു. രണ്ടാമത്തെ കാര്യം, ദൈവം അവർക്ക് രക്ഷപ്പെടാൻ ആവശ്യമായിട്ടുള്ള കൃപ മാത്രം കൊടുക്കുക. പക്ഷെ എന്താ സംഭവിക്കുന്ന പ്രിയപ്പെട്ടവരെ? ഇവിടെ ഹൃദയം കഠിനമായിട്ട്, മനസ്സ് മുഴുവനും അന്ധകാരം നിറഞ്ഞ് ദുശീലങ്ങള് ജീവിതത്തിൽ ആത്മാവിൽ മുഴുവനും പെരുകിയതിന്റെ ഫലമായിട്ട് ദൈവം കൊടുത്ത കൃപ സ്വന്തമാക്കാൻ പറ്റാതെ സ്വന്തം ആത്മാവിനെ അവർ നശിപ്പിച്ചു കളയുക. പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഉണർവോടെ പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ തിരിച്ചറിയണം മക്കളെ, നമ്മൾ ഒരുങ്ങാതെ, നമ്മൾ ഈ വിധിയെ ഓർത്ത് ഒരുങ്ങാതെ നമ്മൾ മരണത്തിലേക്ക് പോയാൽ മരണസമയത്തുണ്ടാകുന്ന ഒരു കൊച്ചു കാര്യമുണ്ട്. ഒന്നാമത്തെ കാര്യം, ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു രാത്രി പോലെ അത് നിന്റെ അടുത്തേക്ക് വരും. നിനക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു രാത്രി പോലെ അത് നിന്റെ ജീവിതത്തിലേക്ക് വരും. രണ്ടാമത്തെ കാര്യം പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ഹൃദയം ആ സമയത്ത് കഠിനമാകും. മനസ്സ് മുഴുവനും സങ്കീർണമാകാനായിട്ട് തുടങ്ങും. ഭയം നമ്മളെ അമിതമായിട്ട് കയറി മൂടാൻ തുടങ്ങും. അതോടൊപ്പം തന്നെ ആരോഗ്യത്തെക്കുറിച്ച് അമിതമായിട്ട് പേടി വരാൻ തുടങ്ങും. അതോടൊപ്പം തന്നെ പലവിധ ചിന്തകൾ നമ്മളെ കയറി മെരുങ്ങാൻ തുടങ്ങും. ആശയക്കുഴപ്പം നമുക്കുണ്ടാകും. ഇതുമൂലം പാപത്തിൽ കുടുങ്ങിയ മനസാക്ഷിയെ മരണസമയത്ത് നേർവഴിയിലേക്ക് കൊണ്ടുവരാൻ പറ്റാതെ ആത്മാവ് നശിക്കുക. മനസ്സിലാക്കണം, കുമ്പസാരിക്കാതിരിക്കുന്ന മക്കൾ, പരിഹാരം ചെയ്യാതിരിക്കുന്ന മക്കൾ, അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ തക്കതായിട്ടുള്ള ക്രമരാഹിത്യം ചെയ്തിട്ട് അത് പരിഹരിക്കാത്ത മക്കൾ, ലോകത്തെ പിടിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുന്ന മക്കൾ മരണസമയത്ത് അനുഭവിക്കുന്ന കാര്യങ്ങളാണ്. ഒന്ന്, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരുന്നു. രണ്ട്, ഭയം കയറി മൂടുന്നു. ഹൃദയം കാഠിന്യമായി തീരുന്നു. മനസ്സ് സങ്കീർണമായി തീരുന്നു. ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകാൻ തുടങ്ങുന്നു. ആരോഗ്യത്തെക്കുറിച്ച് ഒത്തിരിയേറെ ഭീതി ഉണ്ടാകുന്നു. വിവിധ ചിന്തകൾ മനസ്സിനെ കയറി അലട്ടുന്നു. അങ്ങനെ മനസാക്ഷി നേരായ മാർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റാതെ ആത്മാവ് നശിച്ചു പോകുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അതുകൊണ്ട് നമ്മളും ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമുക്ക് വിധിക്ക് മുന്നിൽ ഒരുങ്ങണം, കുമ്പസാരിച്ചൊരുങ്ങണം, പരിഹാരം ചെയ്തൊരുങ്ങണം. അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ ഏതൊക്കെ ക്രമരാഹിത്യം വന്നിട്ടുണ്ടോ അതിന് തക്കതായ പരിഹാരം ചെയ്യണം. അതോടൊപ്പം ലോകത്തെ ഉപേക്ഷിച്ച് ദൈവത്തെ കെട്ടിപ്പിടിക്കണം. പ്രിയപ്പെട്ടവരെ, വിധി മുന്നിൽ കണ്ട രണ്ട് വിശുദ്ധരുണ്ട്. ഒന്നാമത്തെ വിശുദ്ധിയുടെ പേരാണ് വിശുദ്ധ അമ്മ ത്രേസ്യ.
അമ്മ ത്രേസ്യയുടെ ജീവിതം പരിശോധിച്ച് നോക്കുമ്പോൾ കാണാൻ പറ്റും, ഒരു ദൈവിക ദർശനം, ദൈവിക വെളിപാട് അമ്മ ത്രേസ്യക്ക് കിട്ടുകയാണ്. എന്താ കിട്ടുന്നത്? യേശു ക്രിസ്തു കടന്നു വന്നിരിക്കുന്നു, അമ്മ മാതാവ് കടന്നു വന്നിരിക്കുന്നു, യൗസേ പിതാവ് കടന്നു വന്നിരിക്കുന്നു, സ്വർഗീയ ദൂതന്മാർ മുഴുവനും കടന്നു വന്നിരിക്കുക. എന്നിട്ട് അമ്മ ത്രേസ്യക്ക് കാണിച്ചു കൊടുക്കുന്ന തൻ്റെ ആത്മാവ് മരിച്ച ശേഷം വിധിയുടെ മുന്നിൽ നിൽക്കുന്ന കാര്യം അമ്മ ത്രേസ്യ കാണുകയാണ്. പ്രിയപ്പെട്ടവർ, ഈ അമ്മ ത്രേസ്യ ഇത് കണ്ടതിന് ശേഷം പേടിച്ച് കടന്ന് കരയാൻ തുടങ്ങിയ. ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന സന്യാസികൾ ചോദിക്കുന്നുണ്ട്, എന്താ അമ്മയെ പറ്റിയേ? മരണത്തെ എത്രമാത്രം ഭയപ്പെടുന്നുണ്ടോ? അമ്മ ത്രേസ്യ പറയുന്നുണ്ട്, ഞാൻ ഭയപ്പെടുന്നില്ല മകളെ, കാരണം എനിക്ക് മരണം പുൽകുവാനായിട്ട് ഞാൻ കൊതിക്കുക, കാരണം അതിലൂടെ എനിക്ക് ഈശോയിലേക്ക് എത്താമല്ലോ. പ്രിയപ്പെട്ടവരെ, ഈ കൂടെ നിൽക്കുന്ന സന്യാസികൾ വീണ്ടും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, പിന്നെ എന്താ പാപത്തെക്കുറിച്ച് ഓർത്താണോ വേദനിക്കുന്ന കരയുന്നേ? അമ്മ ത്രേസ്യ പറയുന്നു, അല്ല. വീണ്ടും അമ്മ ത്രേസ്യ തിരിച്ചു പറഞ്ഞു കൊടുക്കുന്ന കാര്യപ്രകാരമാണ്, എൻ്റെ മരണശേഷം വിധിയുടെ മുന്നിൽ ഞാൻ നിൽക്കുന്ന ഒരു കാഴ്ച കാണാൻ ഇടവന്നു. അത് കണ്ടപ്പോൾ ഞാൻ അറിയാതെ ഭയപ്പെട്ടു പോയി. എന്നെ സഹായിക്കാൻ അവിടെ ആരുമില്ല, എന്നെ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്ന ശരീരം പോലുമില്ല. എൻ്റെ ആത്മാവ് തനിച്ച് നിന്ന് വേദനിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അറിയാതെ പേടിച്ചു പോയി. അതാണ് ഞാൻ കരയാനുള്ള കാര്യം. നമ്മൾ പരിശോധിച്ച് നോക്കിക്കേ പ്രിയപ്പെട്ടവരെ, ഏറ്റവും വിശുദ്ധമായ ജീവിതം നയിച്ച് സൽപ്രവർത്തികൾ മുഴുവനും ചെയ്തുകൊണ്ട്, കാരുണ്യപ്രവർത്തികളും പുണ്യപ്രവർത്തികളും ചെയ്തുകൊണ്ട്, ദൈവത്തിന്റെ കൽപ്പനകൾ കൃത്യമായി പാലിച്ചുകൊണ്ട് വിശുദ്ധ ജീവിതം നയിച്ചിട്ടും വിധിയുടെ മുന്നിൽ നിന്നപ്പോൾ അമ്മ ത്രേസ്യ പേടിച്ചിട്ടുണ്ടെങ്കിൽ, സകല പാപവും ചെയ്ത് പുണ്യങ്ങളും ചെയ്യാതെ സൽപ്രവർത്തികളും ചെയ്യാതെ കൽപ്പനകൾ ലംഘിച്ച് ജീവിക്കുന്ന എന്റെയും നിന്റെയും ജീവിതത്തിൽ മക്കളെ, ആ വിധിയുടെ മുന്നിൽ നിൽക്കേണ്ട അവസ്ഥ ഇന്ന് വരെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? വിശുദ്ധ പൗലോസ്തീനായുടെ ജീവിതം പരിശോധിച്ച് നോക്കുമ്പോൾ പൗലോസ്തീനയ്ക്കും ഒരു ദൈവിക വെളിപാട് കിട്ടി. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു കടന്നു വന്ന് നിൽക്കുക. ഈശോയുടെ 5 മുറിവുകൾ കാണിച്ചു കൊടുത്തേക്കുക. ഈ 5 മുറിവ് കാണിച്ചതിന് ശേഷം ഇതാ പൗലോസ്തീനയ്ക്ക് ഈശോ കാണിച്ചു കൊടുക്കുന്നത്, മോളെ, നീ നിന്റെ ജീവിതത്തിൽ ചെയ്ത മുഴുവനും പാപത്തിന്റെ വലിയൊരു ലിസ്റ്റ് കാണിച്ചു കൊടുത്തു. ഇത് കണ്ടപ്പോ തൊട്ട് പൗലോസ്തീന ഒത്തിരിയേറെ വേദനിക്കാൻ, പേടിക്കാൻ തുടങ്ങി. അവൾ ഈശോയോട് ചോദിക്കുന്നുണ്ട്, ഈശോയെ, ഇത്ര നിസ്സാര കാര്യങ്ങൾ പോലും നീ അവിടെ എഴുതി വച്ചിരിക്കുകയാണോ? ഈശോ പറയുന്നു, ഈ ഭൂമിയിൽ വ്യർത്ഥമായി പറയുന്ന ഓരോ വാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും മകളെ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഉണർവോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ മനസ്സിലാക്കണം എന്താണ് യഥാർത്ഥത്തിൽ തനത് വിധി. വചനം പഠിപ്പിക്കുന്നു, ഹെബ്രായർ ലേഖനം 9-ാം അധ്യായം 27-ാമത്തെ വചനം പഠിപ്പിക്കാണ്, നാം മരിച്ചാൽ ഉടനെ വിധിയുണ്ടാകും, അത് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. എന്ന് വെച്ചാൽ മനസ്സിലാക്കണം, മരണശേഷം നമ്മുടെ പ്രവർത്തികൾക്കനുസൃതമായും നമ്മുടെ വിശ്വാസത്തിന് അനുസൃതമായിട്ടും പ്രിയപ്പെട്ടവരെ ഒരു വിധിയുണ്ടാവുക. ആ വിധിയിലൂടെ ഒന്നെങ്കിൽ നിത്യരക്ഷയിലേക്ക് അല്ലെങ്കിൽ നിത്യനരകത്തിലേക്ക്. എന്ന് വെച്ചാൽ തിരിച്ചറിയണം, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1021-ലും 1022-ലും പഠിപ്പിക്കുന്ന കാര്യപ്രകാരമാണ്, തനത് വിധി മരണനേരത്തിൽ തന്നെ സംഭവിക്കുന്ന കാര്യമാ. എന്നിട്ട് ഇപ്രകാരം പറഞ്ഞു വെച്ചിരിക്കുന്നു, ഓരോ വ്യക്തിയും മരണം കഴിഞ്ഞ ഉടൻ തന്നെ തൻ്റെ പ്രവൃത്തികൾക്കും വിശ്വാസത്തിനും അനുസൃതമായിട്ട് പ്രതിഫലം സ്വീകരിക്കുവാനായിട്ട് ഇതാ നിൽക്കേണ്ടി വരുന്നു. എന്നിട്ട് പറയുവാണ്, ആരാണോ നീതിമാന്മാരായിട്ട് ജീവിച്ച് അവർ സ്വർഗം കൈവശമാക്കുന്നു, ആരാണോ മാരക പാപം ചെയ്തിട്ടും അനുതാപമില്ലാതെ ജീവിച്ച് അവർ നരകം കൈവശമാക്കുന്നു, ആരാണോ മാരക പാപം ചെയ്യാതെയും എന്നാൽ സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ എത്താതെയും ഇരിക്കുന്ന ആത്മാക്കൾ അവർ ശുദ്ധീകരണ സ്ഥലം കൈവശമാക്കുന്നു എന്നുള്ള കാര്യം. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ഉണർവോടെ പറഞ്ഞേ ഹല്ലേലൂയ. മക്കളെ, ഈ അല്പമാഴത്തിൽ പറഞ്ഞു തരാം. നമ്മുടെ ആത്മാവ് ശരീരത്തിൽ നിന്നും വേർപെട്ടു പോകുന്ന ആ നിമിഷം, ആ സ്ഥലത്ത് എന്ത് സംഭവിക്കുന്നു? ഒരു നീതിപീഠം, അല്ലെങ്കിൽ ഇപ്രകാരമാണ് പറയുന്നത്, ദിവ്യന്യായാസനം രൂപപ്പെടുകയാണ്. കേട്ടോണം, നമ്മുടെ ആത്മാവ് ശരീരത്തിൽ നിന്നും വേർപെടുന്ന ആ സമയം തന്നെ ആ സ്ഥലത്ത് ഒരു ദിവ്യന്യായാസനം രൂപപ്പെടുകയാണ്. അവിടെ കുറ്റപത്രം വായിക്കപ്പെടുകയാ. പ്രിയപ്പെട്ടവരെ, അവിടെ പരമോന്നതനായ ന്യായാധിപന് കടന്നു വന്ന് വിധി പ്രസ്താവിക്കുക.
നമ്മൾ ലോകത്തിലെ കോടതി കണ്ടിട്ടില്ലേ? ലോകത്തിലെ കോടതിയിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, വിധി കർത്താവിൻ്റെ മുമ്പിൽ കുറ്റവാളി വന്ന് നിൽക്കുന്ന സമയത്ത് കുറച്ച് പേടിച്ച് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. പക്ഷെ അവരുടെ കണ്ണിലേക്ക് നോക്കുമ്പോൾ ചില പ്രത്യാശ അവരെ പിടിച്ചിട്ടുണ്ട്. എന്താണ് പ്രത്യാശ എന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല മക്കളെ, ഈ കാണുന്ന ന്യായാധിപൻ ഒരിക്കലും ഞാൻ ഇന്ന് വരെ ചെയ്തിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ പല കാര്യങ്ങളും കണ്ടെത്താനായിട്ട് പറ്റില്ല എന്ന് വ്യക്തമായിട്ടുള്ള ബോധ്യം അദ്ദേഹത്തിനുണ്ട്. അതോടൊപ്പം തന്നെ വിധിയുടെ സമയത്ത് ആ ന്യായാധിപൻ എന്നോട് കരുണ കാണിക്കും, വിധി കർത്താവ് എന്നോട് കരുണ കാണിക്കുമെന്നുള്ള ഒരു ഉറച്ച വിശ്വാസം ഈ കുറ്റവാളിക്കുള്ളത് കൊണ്ട് ആ കോടതിയിൽ നിൽക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ കണ്ണിലൊരു പ്രത്യാശയാണ്. എന്നാൽ മക്കളെ, തനത് വിധിയുടെ സമയത്ത് ഇതല്ല. തനത് വിധിയുടെ സമയത്ത് ഓരോ ദൈവമക്കളും തിരിച്ചറിഞ്ഞോണം, അവിടെ വിധി കർത്താവും സാക്ഷിയും ഒരാൾ തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ പാപം, അത് വിചാരം, വാക്ക്, പ്രവൃത്തി, ഉപേക്ഷ വഴി എന്തൊക്കെ പാപങ്ങൾ നമ്മൾ ചെയ്തു കൂട്ടിയിട്ടുണ്ടോ, ആ പാപങ്ങൾ മുഴുവനും കണ്ടിട്ടുള്ള ഒരു വ്യക്തി നമ്മുടെ കൂടെ ആ സമയത്ത് നിൽക്കുക. ആ വ്യക്തി വിധികർത്താവായിട്ട് നിൽക്കുന്നു, സാക്ഷിയായിട്ട് നിൽക്കുക. ഈ ഭൂമിയിൽ വെച്ച് അപ്പനീന്ന് ഒളിച്ച് പല പാപവും ചെയ്യാം, അമ്മേന്ന് മറച്ച് പല പാപവും ചെയ്യാം, ജീവിത പങ്കാളിയെ പറ്റിച്ച് പല പാപവും ചെയ്യാം, അല്ലെങ്കിൽ സഹോദരങ്ങളെ പറ്റിച്ച് പല പാപവും ചെയ്യാം. പക്ഷെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തെ മറച്ചിട്ട് ഒരു പാപം പോലും ചെയ്യാൻ നമുക്ക് ഇന്ന് വരെ പറ്റിയിട്ടില്ല, ഇനി പറ്റൂല്ല. തിരിച്ചറിഞ്ഞോണം മക്കളെ, നമ്മൾ ചെയ്തിട്ടുള്ള മുഴുവനും പാപം കണ്ട ഒരു വ്യക്തി ആ യേശു ക്രിസ്തു ന്യായാധിപനായിട്ട്, വിധികർത്താവായിട്ട് നിൽക്കുന്നു, സാക്ഷിയായിട്ട് നിൽക്കുന്നു. ഈശോയിൽ നിന്നും മറച്ച് പിടിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നമ്മൾ നീതിവിധി അല്ലെ തനത് വിധിയുടെ സമയത്ത് നിൽക്കുക. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് നടക്കുന്ന കാര്യം എന്താ? ഈ സമയത്ത് നമ്മൾ മനസ്സിലാക്കിക്കോണം, ഇതാ യേശു ക്രിസ്തു നമ്മുടെ മുഴുവനും പാപത്തിന്റെ ലിസ്റ്റ്, നമ്മുടെ മുഴുവനും നന്മയുടെ ലിസ്റ്റ് കാണിച്ചു തരിക. നിങ്ങൾ ചിന്തിക്കുക പ്രിയപ്പെട്ടവരെ, നിങ്ങൾ 1000 നന്മ പ്രവർത്തികൾ, കാരുണ്യ പ്രവർത്തികൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ പാപത്തിന്റെ ലിസ്റ്റ് നോക്കുമ്പോൾ അവിടെ ലക്ഷക്കണക്കിന് പാപത്തിന്റെ കാര്യങ്ങളാണ് കിടക്കുന്നതെങ്കിൽ ഈശോ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, കുഞ്ഞേ, സ്വർഗം എന്ന് പറയുന്നത് വിശുദ്ധർക്കുള്ള സ്ഥലമാ. അതുകൊണ്ട് നീ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നിന്റെ ജീവിതത്തിൽ നീതി പ്രവർത്തിക്കാതെ, സത്യങ്ങൾ പറയാതെ പല തെറ്റുകൾ ചെയ്തിട്ടുള്ളത് കൊണ്ട് നീ മാരക പാപം ഒത്തിരി ചെയ്യാതെ ജീവിച്ചിട്ടുള്ളത് കൊണ്ട് നീ പോകേണ്ട സ്ഥലം ശുദ്ധീകരണ സ്ഥലമാ, നീതിമാർഗമാർക്ക് മാത്രമുള്ള സ്ഥലമാണ് സ്വർഗം. ഒപ്പം മാർഗ പാപം ചെയ്ത് വീണു പോയവർക്കുള്ള സ്ഥലമാണ് നരകം. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട 4 കാര്യങ്ങളും കൂടി പറഞ്ഞ് നമുക്ക് ആരാധനയിലേക്ക് കയറാം. ഈ വിധിയുടെ തൊട്ട് മുന്നിൽ നടക്കുന്ന 4 കാര്യമുണ്ട്. തനത് വിധിയുടെ തൊട്ട് മുമ്പിൽ നടക്കുന്ന ഒന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ടവരെ, ദൈവം ആദ്യം നമ്മുടെ പാപം മുഴുവനും കൺമുമ്പിൽ കാണിച്ചു തരിക എന്ന് വെച്ചാൽ, ജനിച്ച നാൾ തൊട്ട് മരിക്കുന്ന സമയം വരെ ഏറ്റുപറഞ്ഞ് പാപക്ഷമയും പാപത്തിൻ്റെ കടവും മോചിച്ച പാപം മാറ്റിവെച്ചിട്ടുള്ള ബാക്കി മുഴുവനും പാപങ്ങൾ ഈശോ കാണിച്ചു തരിക. ഇത് കാണുമ്പോൾ മക്കളെ പേടിക്കാത്ത വിറയ്ക്കാത്തവരായിട്ട് ആരും കാണില്ല. രണ്ടാമത്, ഇത്രയും നാളും കരുണാമയനായിട്ട് നിന്ന ആ കർത്താവിനെ നമ്മൾ അന്ന് കാണുന്നത് വിധി കർത്താവായിട്ട്, ന്യായാധിപനായിട്ട്, ഉഗ്ര ദൈവ കോപത്തോടെ നിൽക്കുന്ന അവസ്ഥയിൽ നമ്മൾ കാണുമ്പോഴും നമ്മൾ ഒത്തിരിയേറെ പേടിച്ചു പോകുക. മൂന്നാമത് നമ്മൾ കാണുന്ന കാഴ്ച, നമുക്ക് വേണ്ടി ദൈവം എന്തുമാത്രം കഷ്ടപ്പെട്ടു, എന്തുമാത്രം നമ്മളോട് ദൈവം കരുണ കാണിച്ചു, എന്നിട്ടും നമ്മൾ ആ തമ്പുരാന്റെ അടുത്തേക്ക് വന്നിട്ടില്ലല്ലോ എന്നുള്ള കാഴ്ച നമ്മൾ കാണുമ്പോഴും നമ്മൾ ഒത്തിരിയേറെ ദുഃഖിക്കും. നാലാമതായിട്ട് ദൈവം, പ്രിയപ്പെട്ടവരെ, നിത്യവസ്തുക്കളുടെ മഹത്വം കാണിച്ചു തരും. നമ്മുടെ ആത്മാവിനെ നശിപ്പിച്ച ലോകത്തിലെ വസ്തുക്കളുടെ നികൃഷ്ടാവസ്ഥ കാണിച്ചു തരും. പ്രിയപ്പെട്ടവരെ, ഇതിനോട് ചേർന്ന് വിധി ഉണ്ടാകുക, തനത് വിധി ഉണ്ടാകുക. അതുകൊണ്ട് പരിശുദ്ധ ബൈബിൾ പരിശോധിച്ച് നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റുന്ന ഒരു കാഴ്ച കൊണ്ട്
ലൂക്കായുടെ സുവിശേഷം 16-ാമത്തെ അധ്യായം, ലൂക്കായുടെ സുവിശേഷം 16-ാമത്തെ അധ്യായം പരിശോധിച്ച് നോക്കുമ്പോൾ 19 തുടങ്ങി 31 വരെയുള്ള വചനം പരിശോധിക്കുമ്പോൾ അവിടെ ലാസറിൻ്റെയും ധനവാന്റെയും ഒരു കാര്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, ലാസർ മരിച്ച ഉടനെ എങ്ങോട്ട് എത്തിച്ചേരുന്നു? അബ്രാഹത്തിൻ്റെ മടിയിലേക്ക് പോകുക. എന്നാൽ ധനവാൻ മരിച്ചിട്ട് നേരെ നരകത്തിലേക്ക് പോകുക. ഇതുപോലെ തന്നെയാണ് പ്രിയപ്പെട്ടവരെ ലൂക്കായുടെ സുവിശേഷം 23-ാമത്തെ അധ്യായം 43-ാമത്തെ വചനം പരിശോധിക്കുമ്പോൾ കാണാൻ പറ്റും. കുരിശിൽ കടന്നിട്ട് വലതുവശത്ത് കിടക്കുന്ന കള്ളനോട് പറയൂ, നീ ഇന്ന് എന്നോട് കൂടെ പറുദീസായിൽ ഉണ്ടായിരിക്കും. എന്ന് വെച്ചാൽ മരണത്തോടു കൂടെ ഒരു വിധി ഉണ്ടാകുക, ഒരു വിധി നടക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്തുമാത്രം ഒരുങ്ങി ഇതിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടോ എന്നാൽ മാത്രമേ നമുക്ക് ഭയപ്പെടാതെ നമുക്ക് സ്വർഗത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. നമ്മൾ ഇതിനെ ഓർത്ത് ദുഃഖിക്കാതെ കരയാതെ ഒരുങ്ങാതെ ഈ ഭൂമിയിൽ ജീവിച്ചാൽ നമുക്കൊരിക്കലും സ്വർഗരാജ്യം സ്വന്തമാക്കാനായിട്ട് പറ്റില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, തനതു വിധി ഉള്ളത് കൊണ്ടാ സഭയ്ക്കൊരാളെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കാൻ തന്നെ പറ്റിയേക്കണേ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, തനതു വിധിയിലൂടെയാണ് സ്വർഗത്തിലേക്ക് ഒരാളെ വിശുദ്ധരായിട്ട്, അല്ലെങ്കിൽ തനത് വിധിയിലൂടെ നേരിട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ വിശുദ്ധർ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, അച്ഛൻ പറഞ്ഞ 2-3 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, നമ്മൾ തനത് വിധിക്കായിട്ട് ഒരുങ്ങേണ്ടത് നല്ല കുമ്പസാരം, പരിഹാരം അല്ലെങ്കിൽ പ്രായശ്ചിത്തം. നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും മേഖലയിൽ ക്രമരാഹിത്യം വരുത്തിയിട്ടുണ്ടെങ്കിൽ തിരുത്തുക, ഒപ്പം ലോകത്തെ ഉപേക്ഷിക്കുക. 2-ാമത്തെ കാര്യം പ്രിയപ്പെട്ടവരെ, തനത് വിധി അത് മരണസമയത്ത് ആ സമയം തന്നെ നടക്കുന്ന കാര്യമാണ്. നമ്മൾ അത്രയും നാളും ചെയ്ത പ്രവൃത്തികൾക്കനുസരിച്ച് നമ്മുടെ വിശ്വാസത്തിനനുസൃതമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു വിധി ഉണ്ടാകുക. അതിലൂടെ ഒന്നെങ്കിൽ സ്വർഗം, അല്ലെങ്കിൽ നിത്യരക്ഷ, ഇല്ലെങ്കിൽ നിത്യനാശം, ഇല്ലെങ്കിൽ നിത്യനരകത്തിലേക്ക് നമ്മൾ മാറ്റപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് 4 കാര്യങ്ങൾ കാണിച്ചു തരുന്നു. 1-ാമത്തെ കാര്യം പാപത്തെക്കുറിച്ച് കാണിച്ചു തരുന്നു. 2-ാമത്തെ കാര്യം കരുണാമയനായ ദൈവത്തെയല്ല, നീതിവിധിയാളനായിട്ടുള്ള യേശുക്രിസ്തുവിനെ കാണുന്നു. 3, ദൈവം നമ്മളോട് കരുണ കാണിച്ചിട്ടും നമ്മൾ ആ കരുണ സ്വന്തമാക്കാൻ നോക്കാതെ വീണ്ടും ദൈവത്തെ ഉപേക്ഷിച്ചു പോയ അവസ്ഥ. 4-ാമത്തെ കാര്യം നമ്മുടെ ആത്മാവിനെ നശിപ്പിച്ച ഈ ലോകത്തിലെ ചില അവസ്ഥകൾ, വസ്തുക്കളുടെ നികൃഷ്ടാവസ്ഥ. മക്കളെ, ഇത് കാണുമ്പോൾ ആ സമയത്ത് നമ്മൾ കരഞ്ഞിട്ട് കാര്യമില്ല. ആ സമയത്ത് നമ്മൾ പരിഹാരം ചെയ്യാൻ നോക്കിയാൽ നമുക്ക് നടക്കില്ല. ആ കാണുന്ന കാര്യം റദ്ദ് ചെയ്യാൻ നോക്കിയാൽ നമുക്ക് നടക്കില്ല. ഇപ്പോഴാണ് നമുക്ക് സമയം. ഇതാണ് നമ്മുടെ സമയം. നമുക്കിതിനെക്കുറിച്ച് ബോധ്യം കിട്ടിയിട്ടും നമ്മൾ ഒരുങ്ങേണ്ട കാര്യമാണെന്ന് മനസ്സിലാക്കിയിട്ടും നമ്മൾ ഇനിയും ഒരുങ്ങാതെ ഇനിയും ലോകത്തെ കെട്ടിപ്പിടിച്ച് ജീവിക്കാൻ ഇടവന്ന് പോയാൽ മക്കളെ, ദൈവം ആ സമയത്ത് കൂടുതൽ കണക്ക് നമ്മളോട് ചോദിക്കും. അതുകൊണ്ട് ഇനിയുള്ള നാളുകൾ നമുക്ക് ശക്തമായിട്ട് ഒരുങ്ങാം. ഒരു ദിവസം പോലും, ഒരു മണിക്കൂർ പോലും വേസ്റ്റ് ചെയ്യരുത്. നല്ല കുമ്പസാരത്തിനായി ഒരുങ്ങ്, നന്നായിട്ട് പരിഹാരം ചെയ്യുക. നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും തെറ്റുകൾ അമിതമായിട്ടുണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കാൻ, മാറ്റാൻ നോക്ക്. ലോകത്തെ മാറ്റി യേശുക്രിസ്തുവിനെ കെട്ടിപ്പിടിക്ക്. ഇതിനുള്ള കൃപാവരം നമുക്ക് നൽകട്ടെ. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഒരു നിമിഷം കണ്ണടയ്ക്കാം. ഈശോയോട് പ്രാർത്ഥിക്കാം. മക്കളെ, ഈശോയെ, എൻ്റെ ജീവിതം, എൻ്റെ ആത്മാവ് ഒക്കെ നിനക്ക് ഞാൻ കാണിച്ചു തരികയാണ്. എൻ്റെ ഈശോയെ, എൻ്റെ ആത്മാവ് മുഴുവനും പാപപങ്കിലമായ ഒരു അവസ്ഥയാണ്. ഈശോയെ, ഞാൻ ജീവിതത്തിൽ ജനിച്ച നാൾ തൊട്ട് ഈ നിമിഷം വരെയുള്ള എൻ്റെ വിചാരം, വാക്ക്, പ്രവൃത്തി, ഉപേക്ഷ, ഈ 4 കാര്യത്തിലൂടെ പാപങ്ങൾ മുഴുവനും കുന്നുകൂട്ടിയിരിക്കുന്ന മകളാ ഞാൻ. അപ്പാ, ഇതിന് മുഴുവനും ഒന്ന് പരിഹാരം ചെയ്തൊരുങ്ങിയില്ലെങ്കിൽ നീതിവിധിയുടെ മുമ്പിൽ, തനത് വിധിയുടെ മുമ്പിൽ ഞാൻ ഒത്തിരിയേറെ വിറയ്ക്കും, ഒത്തിരിയേറെ പേടിക്കും. അപ്പാ, ജീവിതത്തിൽ ഞാൻ ചെയ്ത ഏതൊക്കെ പാപമുണ്ടോ, ഏതൊക്കെ പ്രവൃത്തിയുണ്ടോ, ആ പ്രവൃത്തിക്ക് അനുസൃതമായും വിശ്വാസത്തിന് അനുസൃതമായിട്ടും വിധിയുണ്ടാവുകയാണല്ലോ. ഞാൻ മരിക്കുന്ന സമയത്ത് അതേ സ്ഥലത്ത് അതേ സമയത്ത് ഇതാ വിധിപീഠം കടന്നു വരുവാണല്ലോ. അപ്പാ, എനിക്ക് ആ സമയത്ത്, ഞാൻ ആ സമയത്ത് അനുദപിച്ചിട്ട് കാര്യമില്ല. അപ്പാ, എനിക്കിപ്പം അനുദപിക്കാൻ, ഇപ്പം എൻ്റെ പാപങ്ങൾ കണ്ടെത്താൻ, ഇപ്പം ആ പാപത്തെ ഓർത്തൊന്ന് അനുദപിച്ച് ഏറ്റുപറയാൻ, എനിക്കൊന്ന് ഉപേക്ഷിക്കാൻ,
എനിക്കൊന്ന് പരിഹാരം ചെയ്യാൻ എനിക്കൊരു കൃപ തരണമേ എന്നുള്ള ആഗ്രഹത്തോടെ സകല മക്കളും ആ ഒരു അനുഗ്രഹത്തിനായിട്ടൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 യേശുവേ ആരാധന 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 ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ഏറ്റെടുക്കണമേ ഹല്ലേലൂയ 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 ഏറ്റെടുക്കണമേ പരിശുദ്ധാത്മാവേ. ആരാധന 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 ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന ആരാധന. പരിശുദ്ധ കുർബാനയായി ദിവ്യകാരുണ്യമായി നമ്മുടെ മധ്യേ കടന്നു വരുന്ന ഈശോയെ നമുക്ക് ഒരുമിച്ച് ഒരു മനസ്സോടെ മുട്ടുകുത്തി സാധിക്കുന്ന എല്ലാവരും മുട്ടുമടക്കി നമ്മൾ ഒരുമിച്ച് ആരാധിക്കുകയാണ്. ഈശോ 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 ആരാധന ആരാധന ആരാധ്യൻ യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ തേജസ്സേഴം നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ ആരാധ്യൻ യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ ആരാധിക്കുന്നു തേജസ്സേഴം നിൻമുഖമെൻ പ്രസാദവരത്തോടെ ജീവിക്കാൻ ആനന്ദമേ സന്നിധിയിൽ വസിച്ചോട്ടെ പാദങ്ങൾ ചുംബിച്ചോട്ടെ സന്നിധിയിൽ വസിച്ചോട്ടെ പാദങ്ങൾ ചുംബിച്ചോട്ടെ ആരാധ്യൻ യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ തേജസ്സേഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ ആരാധന 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 എൻ ജീവനെ കാളും നീ വലിയതാണെനിക്ക് എൻ ജീവനെ കാളും നീ വലിയതാണെനിക്ക് ആരാധന 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 കരമുയർത്തി ഒറ്റ വിളി വിളിച്ച് യേശുവേ തിരിച്ചോളിയാൽ കഴുകി ശുദ്ധീകരിക്കണമേ ഞങ്ങളെ കഴുകണമേ ശുദ്ധീകരിക്കണമേ വിശുദ്ധീകരിക്കണമേ കൃപ തരണമേ വിശുദ്ധിയോടെ ജീവിക്കാൻ സ്നേഹത്തോടെ ജീവിക്കാൻ കൃപയോടെ ജീവിക്കാൻ കർത്താവേ അഭിഷേകം ചെയ്യണമേ ഹല്ലേലൂയ 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 ഈശോയെ 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 ഈശോയെ
മഹത്വം, 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 പരിശുദ്ധ പരമാധിവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കാൻ സ്വർഗം വിട്ടിറങ്ങി വന്ന പരിശുദ്ധ പരമാധിവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മേഖലയെയും സ്വർഗത്തിലേക്ക് ഉയർത്തി അനുഗ്രഹിക്കാനായിട്ട് സ്വർഗം വിട്ടിറങ്ങി വന്ന പരിശുദ്ധ പരമാധിവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ വിധിക്കായിട്ട് ഒരുക്കുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന പരിശുദ്ധ പരമാധിവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. രണ്ട് കരങ്ങൾ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച് കണ്ണു തുറന്ന് ഈശോയെ നോക്കാം. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു ശുദ്ധീകരണം. വിധിക്ക് മുന്നിൽ ഒരു ദൈവ പൈതൽ നിൽക്കുമ്പോൾ ശുദ്ധീകരണം വരുത്താതെ നിന്നാൽ, പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒത്തിരിയേറെ ഭയപ്പെടുന്ന, വേദനിക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് പറഞ്ഞു, ഈ ഭൂമിയിൽ ഒരു ദൈവ പൈതൽ ചെയ്യുന്ന നിസ്സാര കാര്യം പോലും സ്വർഗത്തില് എഴുതപ്പെടുന്നുണ്ട്. നമ്മൾ ചുമ്മാ കളിയാക്കിയതാകാം. അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ഈശോയോട് പലപ്പോഴും പറയും, ഈശോ, ഇത് ഞങ്ങൾ വെറുതെ പറഞ്ഞതായിരുന്നു, ഞങ്ങൾ വെറുതെ കളിയാക്കിയതായിരുന്നു, ഞങ്ങൾ ചുമ്മാ കാണിച്ചതായിരുന്നു. മക്കളെ, ഈ ഭൂമിയിൽ നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യവും സ്വർഗത്തിൽ എഴുതപ്പെടുകയാണ്. നമ്മൾ ചിന്തിച്ച് നോക്കിക്കേ. വിചാരം വഴി, വാക്കുവഴി, പ്രവൃത്തി വഴി, ഉപേക്ഷ വഴി, മക്കളെ, എന്തോരം പാപത്തിലാണ് നമ്മൾ വീണ് കിടക്കുന്നത്. ഓരോ ദിവസവും ഒട്ടനവധി പാപമേഖലയിൽ വീണ് കിടന്നിട്ടും നമ്മൾ എന്തുമാത്രം ഒരു അനുതാപം, ഒരു മനസ്താപം, ഒന്ന് ഏറ്റുപറയാനുള്ള ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. തമ്പുരാനോട് ഒന്ന് പ്രാർത്ഥിച്ച്, ദൈവമേ, എനിക്ക് നഷ്ടപ്പെട്ടു പോയ പാപബോധം, നഷ്ടപ്പെട്ടു പോയ പശ്ചാത്താപത്തിന്റെ കൃപ അപ്പൊ നീ എനിക്കൊന്ന് തരണേ. പാപങ്ങൾ മുഴുവനും കണ്ടെത്താനുള്ള ഒരു കൃപ എനിക്ക് തരണമേ. ദൈവമേ, ജീവന്റെ ഗ്രന്ഥത്തിൽ എന്നെ കുറിച്ചുള്ള കണക്ക് പുസ്തകത്തില് എന്തുമാത്രം പാപം അവിടെ കിടപ്പുണ്ടോ അത് മുഴുവനും ഒന്ന് കണ്ടെത്തിയിട്ട് ഒരു വൈദികൻ, നിന്റെ പ്രതിനിധിയായ വൈദികന്റെ മുന്നിൽ ഒന്ന് ഏറ്റുപറയാനുള്ള ഒരു കൃപ നീ എനിക്കൊന്ന് തരണേ. പാപബോധത്തിന്റെ അഭിഷേകം എനിക്കൊന്ന് തരണേ. പശ്ചാത്താപത്തിന്റെ കൃപ എനിക്കൊന്ന് തരണമേ. പാപങ്ങൾ മുഴുവനും കണ്ടെത്താനുള്ള ഒരു കൃപ അപ്പ നീ എനിക്കൊന്ന് തരണമേ എന്നുള്ള ആഗ്രഹത്തോടെ സകല മക്കളും ആത്മാർത്ഥമായിട്ടൊന്ന് വിളിച്ചു പാടി പ്രാർത്ഥിച്ച്, പാപബോധവും പശ്ചാത്താപവും ദൈവമേ തരണമേ. പാപബോധവും പശ്ചാത്താപവും കർത്താവേ എനിക്കേകണേ. കണ്ണീരോടും വിലാപത്തോടുമേ പാപം ഞാനേറ്റു ചൊല്ലിട. സകല മക്കളും ഒന്ന് ദാഹത്തോടെ പ്രാർത്ഥിച്ചേ. പാപബോധവും പശ്ചാത്താപവും എന്റെ കണക്ക് പുസ്തകത്തിൽ എന്തുമാത്രം പാപമുണ്ടോ അത് മുഴുവനും വെളിപ്പെടുത്തി തരണേ. കണ്ണീരോടും വിലാപത്തോടുമേ പാപം ഞാനേറ്റു ചൊല്ലിട. മക്കളെ, ഒരു നിമിഷം കൂടി കരങ്ങൾ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച് ഈശോയെ നോക്കിക്കേ. മക്കളെ, ചെയ്തു പോയ പാപത്തിന്റെ മേൽ ദൈവത്തിന്റെ കരുണ ഒഴുകിയാൽ മാത്രമേ നമുക്ക് രക്ഷ പ്രാപിക്കാൻ പറ്റുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ വിചാരം വഴി വന്നുപോയ പാപമായിരിക്കാം, വാക്കുകൾ വഴി വന്നു പോയിട്ടുള്ള പാപമേഖലയാകാം, ചിന്തകളിലൂടെ വന്നതാകാം, വികാരങ്ങളിലൂടെ വന്നതാകാം, പ്രമാണ ലംഘനത്തിന്റെ ആകാം, ഏഴുമൂലപാപത്തിന്റെ ആകാം, ആത്മാവിനെ വേദനിപ്പിച്ച പാപങ്ങളാകാം, ദൈവ തിരുസന്നിധിയിൽ പ്രതികാരം ആവശ്യപ്പെടുന്ന പാപങ്ങളാകാം, സ്നേഹത്തിനെതിരായി ചെയ്ത പാപങ്ങളാകാം, മൂലപാപങ്ങളാകാം.
മക്കളെ, എന്തുമാത്രം പാപമേഖലകളിൽ നമ്മൾ വീണ് കിടപ്പുണ്ടോ കർത്താവേ. എത്ര ലക്ഷം പാപത്തിലാണ് നമ്മൾ വീണ് കിടക്കുന്നത്. അപ്പാ, എനിക്കിത് മുഴുവനെ കണ്ടെത്തി ഇത് ഉപേക്ഷിക്കാനും നിന്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കാനുമുള്ള ഒരു കൃപ എനിക്ക് തരണമേ എന്നുള്ള ദാഹത്തോടെ അപ്പന്റെ കരുണയ്ക്ക് വേണ്ടി ഒരിക്കൽ കൂടി ഒന്ന് വിളിച്ചു പാടിക്കേ. ഓ കർത്താവേ, നിൻ അഗ്നി എന്നിൽ കത്തട്ടെ. സകല പാപങ്ങളുടെ മേലും അഗ്നി ഇറങ്ങട്ടെ. കർത്താവേ, നിൻ അഗ്നി എന്നിൽ കത്തട്ടെ. അശുദ്ധിയില്ല സാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. അശുദ്ധിയില്ല സാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. എനിക്ക് സ്വർഗം നഷ്ടപ്പെടുത്തിയിട്ടുള്ള മുഴുവൻ കാര്യങ്ങള് എൻ ഹൃദയം ചിന്തകൾ ഇഷ്ടങ്ങൾ സമർപ്പിച്ച മക്കളെ, ചിന്തകൾ മേഖലകളെല്ലാം എൻ ഹൃദയം ചിന്തകൾ ഇഷ്ടങ്ങൾ വെണ്മയായി തീരട്ടെ. എല്ലാ മേഖലയും നന്മയുള്ളതായി തീരട്ടെ. കരമുയർത്തി പിടിച്ചു വിളിച്ചു പാടുന്നു. കർത്താവേ, അഗ്നി എന്നിൽ കത്തട്ടെ. കർത്താവേ, നിൻ അഗ്നി എന്നിൽ കത്തട്ടെ. അശുദ്ധിയില്ല സാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. അശുദ്ധിയെല്ലാം സാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. നമുക്ക് സാധിക്കുന്ന എല്ലാവരും മുട്ടുമടക്കാം. മുട്ടുമടക്കാൻ സാധിക്കാത്തവരും നിൽക്കട്ടെ. മുട്ടുമേൽ നിന്ന് രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിക്കും. മക്കളെ, ജനിച്ച നാൾ തൊട്ടിന്ന് വരെ ചെയ്ത പാപങ്ങൾ, ആ പാപത്തിന്റെ മേഖലയിൽ നമ്മൾ പലതും ഏറ്റുപറഞ്ഞിട്ടുണ്ട്. പാപക്ഷമ കിട്ടിയ പാപങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പരിഹാരം ചെയ്യേണ്ട ലഘുപാപവും ഉണ്ട്. നമ്മൾ ഇന്ന് വരെ പലപ്പോഴും അതിനു വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. നിന്റെ മുട്ടിന്റെ വേദനയും നടുവിന്റെ വേദനയും കരമുയർത്തിപ്പിടിക്കുമ്പോൾ ആ കരത്തിന്റെ വേദനയും കൂടി സമർപ്പിച്ചുകൊണ്ട് രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ച്, ദൈവമേ, എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ചെയ്തു പോയ സകല പാപത്തിന്റെ കടങ്ങളുടെ മോചനത്തിനായിട്ട് നിന്റെ മുമ്പിൽ ഞാൻ ചങ്കുപൊട്ടി വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ എന്റെ പാപങ്ങളുടെ കടങ്ങൾ മോചിച്ച് ഇന്ന് ലോകത്തിൽ അർപ്പിക്കപ്പെട്ട പരിശുദ്ധ ബലിയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിൽ നിന്ന് മോചനം തരണമേ എന്നുള്ള ആഗ്രഹത്തോടെ സ്വരമുയർത്തി വിളിച്ചു സ്തുതിക്കട്ടെ. യേശുവേ, ദൈവമേ, ഞങ്ങളുടെ സഹനത്തോട് ചേർന്ന് വെച്ച് പ്രാർത്ഥിക്കുന്നു. വേദനകൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. രോഗങ്ങൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. സങ്കടങ്ങൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. അധ്വാനങ്ങൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. വിഷമങ്ങൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. ഒറ്റപ്പെടലുകൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. ദാരിദ്ര്യം ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പാ, ഏറ്റെടുക്കണമേ, കരുണ തോന്നണമേ, കരുണ തോന്നണമേ, അനുഗ്രഹിക്കണമേ, രക്ഷിക്കണമേ.
കർത്താവേ, ക്ഷമിക്കണമേ, പൊറുക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞാനൊരു അശുദ്ധനാണേ, അശുദ്ധരാം മാനവർക്കിടയിലാണേ. കർത്താവേ, ഞാനൊരു അശുദ്ധനാണേ, അശുദ്ധരാം മാനവർക്കിടയിലാണേ. എന്നെ നോക്കാതെ പോകരുതേ, എന്നെ നോക്കാതെ പോകരുതേ, എന്നെ നോക്കാതെ പോകരുതേ, എന്നെ നോക്കാതെ പോകരുതേ. കർത്താവേ, ഞാനൊരു അശുദ്ധനാണേ, അശുദ്ധരാം മാനവർക്കിടയിലാണേ. കർത്താവേ, ഞാനൊരു അശുദ്ധനാണേ, അശുദ്ധരാം മാനവർക്കിടയിലാണേ. എന്നെ നോക്കാതെ പോകരുതേ, എന്നെ നോക്കാൻ പോകരുതേ, എന്നെ നോക്കാതെ പോകരുതേ, ഒത്തിരി നടക്കദോഷത്തിന് അടിമപ്പെട്ട മക്കളാ, എന്നെ നോക്കാതെ അശുദ്ധമായ അധരങ്ങളുള്ള വ്യക്തിയാപ്പാ, എന്നെ നോക്കാതെ പോകരുതേ. രണ്ട് കരങ്ങളും ഉയർത്തി പിടിച്ചുകൊണ്ട് എല്ലാ മക്കളും വിളിച്ചോ യേശുവേ. എന്നെ നോക്കാതെ പോകരുതേ, എന്നെ നോക്കാതെ പോകരുതേ. ഒരു നിമിഷം നമ്മൾ ചിന്തിച്ച് ഈശോയുടെ നേരെ കണ്ണു തുറന്ന് നോക്കിക്കൊണ്ട് എത്രയോ കരുണയാണ് ദൈവം നമ്മളോട് കാണിച്ചേക്കണേ. നമ്മളെ ഒന്ന് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി എത്ര മാർഗത്തിലൂടെ ദൈവം നമ്മുടെ ഇടയിൽ ഓരോ കാര്യങ്ങളിലൂടെ പ്രവർത്തിച്ചു. എന്തോരോ മക്കളെ നമ്മളെ ദൈവം സ്നേഹിച്ചേക്കണേ. എത്ര തെറ്റ് ചെയ്തിട്ടും എത്ര പാപം ചെയ്തിട്ടും ഈശോയെ മാറി മാറി കുത്തിക്കീറിയിട്ടും ആ ഈശോ നിന്നെ കൈവിടാതെ വീണ്ടും കരുണ കാണിച്ചിട്ട് നിന്നെ രക്ഷിക്കാനായിട്ട്, നിന്റെ ആത്മാവിനെ വീണ്ടെടുക്കാനായിട്ട് നമ്മുടെ അപ്പൻ എന്തോരോ കഷ്ടപ്പെട്ട്. പക്ഷെ നമ്മൾ ആ കരുണ ദുരുപയോഗിക്കുകയാണോ ചെയ്തത്? നമ്മളെ രക്ഷിക്കാനുള്ള മാർഗങ്ങളോട് നമ്മൾ ചെവി കൊടുക്കാതെ നമ്മൾ അതിനോട് മറുതലിക്കുകയാണോ ചെയ്തത്? മക്കളെ, വിധി ദിവസത്തിൽ, വിധി ദിനത്തിൽ, വിധി നിമിഷത്തിൽ നമ്മൾ കാണുന്ന ഏറ്റവും വേദനിപ്പിക്കുന്ന കാര്യം, എന്റെ അപ്പൻ എന്നോട് കരുണ കാണിച്ചിട്ടും ഞാൻ ആ കരുണ തിരിച്ചറിയാതെ ദുരുപയോഗിച്ചത്. എന്നെ രക്ഷിക്കാനായിട്ട് ദൈവം നോക്കിയിട്ടും ആ രക്ഷ ഞാൻ മനസ്സിലാക്കാതെ എന്റേതായ മാർഗത്തിലൂടെ നടന്നത്. ഞാൻ ദൈവം എന്നോട് ഒത്തിരിയേറെ സ്നേഹിച്ചിട്ടും ആ സ്നേഹം അനുഭവിക്കാതെ ലോകത്തിന്റെ സ്നേഹം പിടിച്ചു പറ്റാനായിട്ട് ഞാൻ പോയത്. മക്കളെ, അതെന്നെ ഒത്തിരി വേദനിപ്പിക്കുന്ന കാര്യമാണ്. ഈശോ ഇപ്പോഴും നിന്നോട് ചോദിക്കോ, കുഞ്ഞേ, നീ എന്റെ കുഞ്ഞല്ലേ, നീ എന്റെ മകനല്ലേ, നീ എന്റെ മകളല്ലേ? ഒന്ന് തിരിച്ചു വന്നുകൂടെ? നിനക്കൊന്ന് തിരിച്ചു വന്നുകൂടെ? ഇതാ നിന്റെ മുഴുവനും പാപം ഏറ്റെടുക്കാൻ ഞാൻ റെഡിയാ. നിന്നെ കഴുകാൻ എന്റെ രക്തം തരാൻ ഞാൻ റെഡിയാ. നിന്റെ ആത്മാവിനെ എനിക്കൊന്ന് തരാമോ? എന്റെ ദാഹം ഒന്ന് മാത്രമാ, നിന്റെ ആത്മാവിന് വേണ്ടിയുള്ള ദാഹമാ. എനിക്ക് നിന്റെ ആത്മാവിനെ തരാമോ? എനിക്ക് നിന്റെ പാപങ്ങൾ മുഴുവനും തരാമോ? എനിക്ക് നിന്നെ തന്നെ ഒന്ന് തരാമോ? അപ്പന്റെ കയ്യിലേക്കൊന്ന് കൊടുത്തേ മക്കളെ. നീ എത്ര പാപിയായിക്കോട്ടെ, എത്ര കൊള്ളില്ലാത്തവനായിക്കോട്ടെ, നിന്നെ ആർക്കും വേണ്ടാന്ന് മാറ്റിവെക്കപ്പെട്ട വ്യക്തി ആയിക്കോട്ടെ, നീ ഒരു ഒറ്റപ്പെട്ടു പോയ മകനായിക്കോട്ടെ, മകളായിക്കോട്ടെ, നീ
ഒത്തിരി സങ്കടപ്പെടുന്ന കുഞ്ഞായിക്കോട്ടെ, ഞാൻ പാവിയാണ്, എന്നെ കൊണ്ട് ഇനി പറ്റില്ല, എനിക്ക് സ്വർഗം കിട്ടില്ല എന്ന് നീ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കുഞ്ഞായിക്കോട്ടെ, നീ എന്തുമാത്രം ഈശോയിൽ നിന്ന് അകന്നു പോയ കുഞ്ഞായിക്കോട്ടെ, ഇതാ നിന്നെ മാടി വിളിക്കുന്ന ഒരപ്പനെ നീ ഈ ദിവ്യകാരുണ്യത്തിൽ കാണ്. നിനക്ക് വേണ്ടി കരയുന്ന ഒരപ്പനെ ഈ ദിവ്യകാരുണ്യത്തിൽ കാണ്. നിനക്ക് വേണ്ടി കൈ നീട്ടി നിന്റെ കൈയെ പിടിക്കാൻ കൈ നീട്ടി നിൽക്കുന്ന ഒരപ്പനെ നീ കാണ്. അപ്പന്റെ കയ്യിലേക്ക് നീ ഒന്ന് കൈ നീട്ടിക്കൊടുത്താ മതി മക്കളെ. നിന്നെ സ്വന്തമാക്കുന്ന ഒരപ്പൻ, നിന്നെ രക്ഷിക്കുന്ന ഒരപ്പൻ, നിന്റെ പാപം മോചിക്കുന്ന ഒരപ്പൻ, അപ്പന്റെ മുമ്പിലേക്ക് കൈ നീട്ടി പിടിച്ചിട്ട് ഒന്ന് സ്വരമുയർത്തി വിളിച്ചേ, യേശുവേ, ഈശോ, ഈശോയേ, അപ്പാ. അന്ത്യം വരെ ആ ചുടുമതി യേശുവിൻ്റെ കൂടെ മതി. അന്ത്യം വരെ ആ ചുടുമതി യേശുവിൻ്റെ കൂടെ മതി. അന്ത്യം വരെ ആ ചുടുമതി യേശുവിൻ്റെ കൂടെ മതി. പ്രിയപ്പെട്ട മക്കളെ, ദിവ്യകാരുണ്യത്തിലേക്ക് ഒരു നിമിഷം കൂടി നോക്കിക്കേ. തനത് വിധിയുടെ സമയത്ത് ഈശോ കാണിച്ചു തരുന്ന ഒരു കൊച്ചു കാര്യം കൂടിയുണ്ട്. ഇതാ സ്വർഗീയ കാര്യങ്ങൾ, സ്വർഗീയ വസ്തുക്കളുടെ മഹത്വം കാണിച്ചു തരും. ഒപ്പം നിന്റെ ആത്മാവിനെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഈ ലോക വസ്തുക്കളുടെ നികൃഷ്ട അവസ്ഥ കാണിച്ചു തരും. മക്കളെ, നമുക്ക് ഉപേക്ഷിക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. ഡ്രസ്സിനോടുള്ള അമിതമായ താല്പര്യമാകാം, ഈ ലോകത്തിലെ ഭക്ഷണത്തോടുള്ള അമിതമായ താല്പര്യമാകാം, സ്വർണമാകാം. എന്ന് വെച്ചാൽ കുഞ്ഞെ, നിനക്ക് ഈശോയിലേക്ക് നോക്കാൻ പറ്റാതെ നിന്റെ ആത്മാവ് ഏത് വസ്തുവിലേക്കാണോ ഒത്തിരി നോക്കുന്നത്, ഏത് വസ്തുവിനെ സ്വന്തമാക്കാനാണോ നീ ഒത്തിരിയേറെ കൊതിക്കുന്നത്, ആ വസ്തു മക്കളെ അവിടെ ചെല്ലുമ്പോൾ, വിധിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ, നിനക്ക് ആ വസ്തു സ്വന്തമാക്കിയത് കൊണ്ട് രണ്ട് കാര്യമാ കിട്ടുന്നേ. ഒന്ന്, നിരാശയും വേദനയും സങ്കടവും. രണ്ട്, പാപത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ പാപത്തിൻ്റെ എണ്ണം വർദ്ധിച്ചത് മാത്രം. മക്കളെ, ഈ ലോകത്തിലെ വസ്തുക്കളെ കെട്ടിപ്പിടിക്കാൻ നോക്കാതെ നമുക്ക് നമ്മുടെ ഈശോയെ മാത്രം ഒന്ന് കെട്ടിപ്പിടിച്ചാലോ, ഈശോയ്ക്ക് വേണ്ടി മാത്രം ഒന്ന് ജീവിച്ചാലോ, ഒന്ന് സ്വർഗം കിട്ടാൻ വേണ്ടി മാത്രം ജീവിച്ചാലോ. ഈ ലോകത്തിലെ മുഴുവനും കാര്യങ്ങൾ, ഈ ലോകത്തിന്റെ മുഴുവനും സന്തോഷങ്ങൾ, സുഖങ്ങൾ നമുക്ക് ഈശോയെ പ്രതി വേണ്ടാന്ന് വെക്കാം. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക മക്കളെ. നീ ഏതാണോ ഈശോയേക്കാൾ കൂടുതൽ സ്നേഹിച്ച്, ഏത് കിട്ടാതെ വരുമ്പോഴാണോ നീ ഒത്തിരി ദുഃഖിക്കുന്നത്, ഏതിനു വേണ്ടിയാണോ നീ ഒത്തിരിയേറെ വഴക്കുണ്ടാക്കിയത്, ഏത് കിട്ടാൻ വേണ്ടിയാണോ നീ ഒത്തിരിയേറെ ദാഹിച്ച് നിന്റെ ജീവിതത്തിന്റെ സമയം കൂടുതൽ മാറ്റിവെച്ച് ആ വസ്തുവിനെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച്, ദൈവമേ ഇത് ഉപേക്ഷിച്ച് നിന്നെ മാത്രം സ്വന്തമാക്കി ജീവിക്കാനുള്ള ഒരു കൃപ എനിക്ക് തരണമേ എന്നുള്ള ദാഹത്തോടെ ഒരിക്കൽ കൂടി ഈശോയുടെ മുന്നിൽ കരം ഉയർത്തിപ്പിടിച്ച് സ്തുതിക്കാമോ? യേശുവേ, എല്ലാ ബോധ്യങ്ങൾക്കും എല്ലാ നന്മകൾക്കും കാണിക്കുന്ന കാരുണ്യത്തിനായി, സ്നേഹത്തിനായി എല്ലാ വസ്തുക്കളും അശുദ്ധരമാനവർക്കിടയിലാണേ, എന്നെ നോക്കാതെ
പോകരുതേ. എന്നെ നോക്കാതെ പോകരുതേ. മക്കളെ, അക്കാരങ്ങള് രണ്ട് യാചനയോടെ പിടിച്ച് ഈ നിത്യജീവന്റെ ശുശ്രൂഷയിൽ ലോകത്തെവിടേക്കുന്നൊക്കെ ദൈവമക്കൾ പങ്കുചേർന്നു അവരെല്ലാവരും രക്ഷ പ്രാപിക്കണം. മക്കളെ, നമ്മൾ മാത്രമല്ല, ഈ ലോകത്തിലെ മുഴുവനും മക്കൾ ഈ ശുശ്രൂഷയിൽ പങ്കുചേരണം. അവർക്കെല്ലാവർക്കും ബോധ്യങ്ങൾ കിട്ടണം. സ്വർഗം മാത്രം ലക്ഷ്യമാക്കി ജീവിക്കാൻ ശക്തി കിട്ടണം. അതിനുവേണ്ടി ലോകത്തിലെ മുഴുവനും മക്കളെ സമർപ്പിക്കാം. ഈശോയോട് നമുക്കും ഏറ്റെടുത്ത് പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഈശോയെ, എനിക്കിതെന്തുമാത്രം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ അത് പറയാനുള്ള ഒരു കൃപ കൂടി നമുക്ക് തരണമേ എന്നുള്ള ആഗ്രഹത്തോടെ ശിരസ്സ് നമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പ്രിയപ്പെട്ട മക്കളെ, നാളെ 9 മണിക്ക് ഇന്ന് നമ്മൾ തനത് വിധി കണ്ടു. നാളെ 9 മണിക്ക് നമ്മൾ അന്ത്യവിധിയെ കുറിച്ച് കാണും. എല്ലാ മക്കളും അത് മനസ്സിലാക്കണം. എല്ലാവരും അതിൽ പങ്കുചേരണം. സാധിക്കുന്നിടത്തോളം ആളുകളെ അതിലേക്ക് നമ്മൾ എത്തിക്കണം. പ്രിയപ്പെട്ടവരെ, അതിലൂടെ നമുക്ക് ഈ ലോകത്തിലെ മുഴുവനും ആത്മാക്കളെ സ്വർഗത്തിലെത്തിക്കണം. അതിനുള്ള കൃപാവരം നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപ, പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പരിശുദ്ധാത്മാവിന്റെ സഹവാസം, ദിവ്യകാരുണ്യത്തിന്റെ വലിയ അഭിഷേക കോട്ട നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.